നമസ്കാരം. ന്യൂസ് 18 പൊതുവേദിയിലേക്ക് സ്വാഗതം. വലിയ പെരുന്നാളിനും ചെറിയ പെരുന്നാളിനും 3 ദിവസം വീതം അവധി വേണം. മലപ്പുറം ജില്ല വിഭജിക്കണം. വെള്ളിയാഴ്ച ജുമാ നമസ്കാര സമയമനുസരിച്ച് പരീക്ഷാ സമയം ക്രമീകരിക്കണം. സമസ്തയുടേതാണ് ഈ ആവശ്യങ്ങൾ. ഇന്നലെ സമാപിച്ച സമസ്ത കേരള ജമാഅത്തുൽ ഉലമ ശതാബ്ദി സമ്മേളനത്തിലാണ് ഈ ആവശ്യങ്ങൾ മുന്നോട്ട് വച്ചത്. മുഖ്യമന്ത്രി പിണറായി വിജയനും പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശനും ഒരുമിച്ചുള്ള വേദിയിലായിരുന്നു ആവശ്യങ്ങൾ ഉന്നയിച്ചത്. വരാൻ പോകുന്നത് നിയമസഭാ തെരഞ്ഞെടുപ്പാണ്. ഈ ആവശ്യങ്ങളിൽ നിങ്ങൾ മറുപടി പറയൂ എന്ന സമ്മർദ്ദം തന്നെയാണ് സമസ്തയുടേത്. സമസ്ത നേതാക്കൾ പറഞ്ഞാൽ വോട്ട് ചെയ്യാൻ സാധ്യതയുള്ള അനുയായികളെ വെച്ചാണ് ഈ വിലപേശൽ. ഉന്നയിച്ച ആവശ്യങ്ങളിൽ ന്യായമുള്ളതും തള്ളിക്കളയേണ്ടതും ഉണ്ട്. ആവശ്യത്തിൻ്റെ ന്യായാന്യായത്തിനപ്പുറം തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുള്ള വിലപേശലായേ ഇതിനെ കാണാനാവൂ. ഇതിൽ സാധ്യത കണ്ട് സന്തോഷിക്കുന്ന മറ്റൊരു കൂട്ടരുണ്ട്. ന്യൂനപക്ഷ വർഗീയത ചൂണ്ടിക്കാട്ടി വളരാൻ വെമ്പി നിൽക്കുന്ന ഭൂരിപക്ഷ വർഗീയതയാണത്. ഭൂരിപക്ഷത്തിൻ്റെതായാലും ന്യൂനപക്ഷത്തിൻ്റെതായാലും വർഗീയവാദികൾക്ക് വളവാകുന്ന നീക്കങ്ങളിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കാൻ സമുദായ സംഘടനകൾ ജാഗ്രത പുലർത്തേണ്ടേ? ഇപ്പോഴത്തെ ഈ ആവശ്യങ്ങൾ, സമസ്തയുടെ ആവശ്യങ്ങൾ വിലപേശലല്ലേ? ഈ വിഷയമാണ് ന്യൂസ് 18 പൊതുവേദി ചർച്ച ചെയ്യുന്നത്. പ്രേക്ഷകർക്ക് പ്രതികരിക്കാം. ശ്രീ ശശിധരനാണ് വയലാറിൽ നിന്ന് ആദ്യ പ്രേക്ഷകനായി എത്തുന്നത്. ശ്രീ ശശിധരൻ, വലിയ പെരുന്നാളിനും ചെറിയ പെരുന്നാളിനും 3 ദിവസം അവധി വേണം. ജുമാ നമസ്കാരം അനുസരിച്ച് പരീക്ഷകൾ ക്രമീകരിക്കണം. അങ്ങനെ വിവിധ ആവശ്യങ്ങൾ ഇപ്പോൾ മുഖ്യമന്ത്രിയെയും പ്രതിപക്ഷ നേതാവിനെയും വേദിയിലിരുത്തി ഒരു സമ്മേളനം ഉന്നയിക്കുമ്പോൾ ഇത് തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുള്ള ഒരു വിലപേശൽ തന്ത്രമായി കാണാനാവുമോ? തീർച്ചയായും മനു, ഇത് അങ്ങനെ തന്നെയാണ്. കാരണം ഇത് ഇലക്ഷൻ എടുക്കുമ്പോൾ എല്ലാ മതസംഘടനകളുടെയും ആവശ്യങ്ങളാണ് കണ്ടുവരുന്നത്. കാരണം കിട്ടാവുന്നതെല്ലാം വാങ്ങിയെടുക്കാൻ പറ്റിയ ഒരു അവസരമാണ് തെരഞ്ഞെടുപ്പെന്ന് ഇവർക്കൊക്കെ നല്ല ബോധ്യമുണ്ട്. അതിന് വഴങ്ങിക്കൊടുക്കുന്ന ഭരണകൂടമാണ് ദൗർഭാഗ്യവശാൽ നമുക്കിവിടെ ഉണ്ടാകുന്നത്. ഒരു മതാടിസ്ഥാനത്തിലും ഒരു സഖ്യവുമില്ല, ഒരു ബന്ധവുമില്ല, ആരുടെ സമ്മതത്തിന് വഴങ്ങില്ല. പൊതുവായിട്ട് ന്യായമായ കാര്യങ്ങൾ മാത്രമേ അംഗീകരിക്കൂ എന്ന് ഒരു സർക്കാരും അല്ലെങ്കിൽ ഒരു രാഷ്ട്രീയ പാർട്ടിയും ഇവിടെ ഒരു തീരുമാനം എടുക്കുന്നില്ല എന്നുള്ളതാണ് ഒരു ദൗർഭാഗ്യം. കാരണം ഇനിയിപ്പോ പറയുന്നത് കേട്ട് മലപ്പുറം ജില്ല രണ്ടാക്കണം, അതുപോലെ ഓരോരോ ആവശ്യങ്ങളായിട്ട് ഇങ്ങോട്ട് വന്നുകൊണ്ടിരിക്കും. പിന്നെ ഒരു കാര്യമുണ്ട്, ഇവിടുത്തെ ഹിന്ദു സംഘടനകളെ പോലെ അല്ല മുസ്ലിമിന്റെയും ക്രിസ്ത്യൻസിന്റെയും. അവര് പറഞ്ഞാൽ കുറെയെങ്കിലും ഒക്കെ അണികൾ വോട്ട് ചെയ്യുന്ന ഒരു സംവിധാനമുണ്ട്. അതേസമയത്ത് SNDP NSS പറഞ്ഞാലൊന്നും ആരും അംഗീകരിക്കത്തില്ല. അതിന്റെ ഒരുപാട് അനുഭവങ്ങൾ ഇവിടെ ഉണ്ട്. അത് സമുദായ സംഘടനകളിലുള്ള ഏറ്റവും വലിയ വിഷയം ഈ ഒരു കാര്യമാണ്. അത് കിട്ടും എന്നവർക്ക് ഉറപ്പുണ്ട് എന്തെങ്കിലുമല്ല. അതാണ് ശരിയാണ്. താങ്കൾ പറഞ്ഞതിന്റെ മറ്റൊരു വശം പറഞ്ഞതേ ഉള്ളൂ. ഇപ്പൊ ഹിന്ദു സംഘടനയായാലും മുസ്ലിം സംഘടനയായാലും ഏറ്റക്കുറച്ചിലുകളൊക്കെ ഉണ്ട്. ഹിന്ദു സംഘടനകൾ SNDPയും NSSും ഒക്കെ പറഞ്ഞാൽ ആളുകൾ വോട്ട് ചെയ്യാത്തതിന് കാരണം അതിന്റെ നേതാക്കളോട് ആ സമുദായത്തിൽപ്പെടുന്ന ആളുകൾക്ക് വിശ്വാസം ഇല്ലാത്തത് കൊണ്ടാണ്. ഇവിടെയും അങ്ങനെ സമസ്ത പറഞ്ഞാൽ എല്ലാവരും വോട്ട് ചെയ്യുന്ന അവസ്ഥയൊന്നും എന്തായാലും ഇല്ല. സമസ്തയിലെ ആളുകൾക്കൊക്കെ ചില രാഷ്ട്രീയമുണ്ട്. അതിന് അനുകൂലമായി പറഞ്ഞാൽ നിൽക്കും, അതിനെ എതിർത്ത് പറഞ്ഞാൽ ചിലരൊക്കെ കേൾക്കും, ചിലരൊക്കെ കേൾക്കത്തില്ല. അത്രേ ഉള്ളൂ. കിട്ടുന്നത് പോരട്ടെ എന്നുള്ള മനോഭാവത്തിലാണ് പറയുന്നത്. അതിനപ്പുറത്തേക്ക് വലിയ പ്രാധാന്യമൊന്നും ഇതിനില്ല. ശ്രീ ദിവാകരനാണ് തലശ്ശേരിയിൽ നിന്നും. ശ്രീ ദിവാകരൻ, താങ്കൾക്ക് എന്ത് തോന്നുന്നു? ഇപ്പോൾ തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുള്ള ഒരു വിലപേശൽ തന്ത്രമല്ലേ ഈ ആവശ്യങ്ങൾ? ന്യായമായതും അന്യായമായതും ഒക്കെ ഉണ്ട്. ഈ ഒരു ആവശ്യം ഈ രണ്ട് മുഖ്യമന്ത്രിയും പ്രതിപക്ഷ നേതാവും നിൽക്കുമ്പോൾ അവർക്ക് മുന്നിൽ ഈ ഒരു ആവശ്യം ഉന്നയിക്കുന്നത്. നമസ്കാരം കിരൺ. നമസ്കാരം സാറേ, സാറ് പറഞ്ഞ പോലെ ഈ തെരഞ്ഞെടുപ്പ് പാലം കടന്നാൽ നാരായണ, പാലം കടക്കുമ്പോൾ നാരായണ, പാലം കടന്നാൽ കൂരായണെന്ന് പറഞ്ഞ പോലെ ഇവർ കാര്യം കിട്ടുന്നതിനും പൊന്നെ തേനെ അതും. പിന്നെ നമ്മളെ ഈ വോട്ട് ചെയ്യുന്ന കൂട്ടർക്ക് ബുദ്ധിയും വകതിരിവും ഉണ്ട്. ഞാനിപ്പം പറഞ്ഞ പശ്ചിമബംഗാളികൾക്ക് ബുദ്ധിയും വകതിരിവില്ല. മനുഷ്യനിപ്പം മനസ്സിലായി, ആര് ഉന്നതത്തിൽ പറഞ്ഞാലും എന്ത് പറഞ്ഞു കഴിഞ്ഞാലും ഉന്നത നേതാവ് ആര് പറഞ്ഞാൽ വ്യക്തിപരമായിട്ട് എല്ലാവർക്കും ഉള്ളിലുണ്ട് ആർക്ക് വോട്ട് ചെയ്യണമെന്ന്. അത് ഈ വോട്ട് ചെയ്യുന്ന അവര് മനസ്സിലാക്കും നമുക്ക് ഗുണപ്രദമായി ആര് ചെയ്യും. ഈ 5 കൊല്ലം ഭരിച്ചു കഴിഞ്ഞാൽ അല്ലെങ്കിൽ 5 കൊല്ലത്തിൽ തന്നെ പൊന്നേ തേനെ എന്നെല്ലാം പറഞ്ഞ് അവര് അവർ എയർ കണ്ടീഷൻ റൂമിൽ ഇരുന്ന് ഒന്നും നോക്കൂല. എന്തെങ്കിലും കടലാസുണ്ട് അതങ്ങ് കുത്തിച്ച് തള്ളുകയും ചെയ്യും. അവര്
റെസ്പെക്ട് മേനെ ഡിസിപ്ലിൻ കീപ്പ് ചെയ്യാണ്ട് വല്ലാതെ കളിയും കളിച്ചു. അപ്പൊ നല്ല വ്യക്തിക്ക് വോട്ട് കൊടുക്കുക, ജനങ്ങൾക്ക് ഗുണപ്രദമാകുന്ന ശ്രീ ബാലകൃഷ്ണനാണ് വടകരയിൽ നിന്നും. ശ്രീ ബാലകൃഷ്ണൻ, ഇപ്പോൾ ഉന്നയിച്ച പ്രധാനപ്പെട്ട ആവശ്യങ്ങൾ, ഈ പെരുന്നാളിന് 3 ദിവസം അവധി വേണം എന്നുള്ള അടക്കമുള്ള ആവശ്യങ്ങൾ, ഇതിപ്പോൾ തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുള്ള ഒരു വിലപേശൽ തന്ത്രമാണോ? നമസ്കാരം. നമസ്കാരം. ഈ സംഘടന തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുവരുന്നതല്ല, ഇത് അവരുടെ ആവശ്യമാണ്, അവരുടെ മനസ്സിലിരിക്കുന്ന ആവശ്യങ്ങളാണ്. ഇനി മലപ്പുറം ജില്ല ഒരു സ്വതന്ത്ര റിപ്പബ്ലിക് ആക്കണോ എന്ന് പറയാത്തത് മഹാഭാഗ്യം. അത്രയേ എനിക്കിതിൽ പറയാനുള്ളൂ. ഇനി അടുത്ത കാലത്ത് അതൊന്നും എന്താണ് ശ്രീ ബാലകൃഷ്ണൻ അങ്ങനെ പറയാൻ കാരണം? ആരെങ്കിലും അങ്ങനെ ആവശ്യം ഉന്നയിച്ചോ? അല്ല, മലപ്പുറം ജില്ല രണ്ടാക്കണം എന്ന് പറഞ്ഞാല് അല്ല, അതെ, എന്താ ആരെങ്കിലും അങ്ങനെ ആവശ്യം, ബാലകൃഷ്ണൻ അങ്ങനെ ആവശ്യം വരാനുള്ള കാരണം എന്താണ്? സമസ്ത ഇപ്പൊ ആവശ്യപ്പെട്ടില്ലേ? സമസ്ത മലപ്പുറം ജില്ലയിൽ സ്വതന്ത്ര റിപ്പബ്ലിക് ആക്കണമെന്നും സമസ്ത ആവശ്യപ്പെട്ടിട്ടില്ല. സമസ്ത ആവശ്യപ്പെട്ടത് മലപ്പുറം ജില്ല 45 ലക്ഷത്തോളം ആളുകൾ വരുന്ന മലപ്പുറം ജില്ല വിഭജിക്കണമെന്നാണ്. ഇടുക്കി അടക്കമുള്ള ജില്ലകളൊക്കെ ചേർത്ത് അത് വിഭജിക്കണമെന്നുള്ള ആവശ്യമാണ് ഉന്നയിച്ചത്. വിഭജിക്കാനുള്ള ആവശ്യം ഉന്നയിച്ചിട്ടുണ്ടെങ്കിൽ സ്വതന്ത്ര റിപ്പബ്ലിക് ആക്കാൻ പറയാത്ത ഭാഗ്യം. അങ്ങനെ എങ്ങനെ ഭാഗ്യം എന്ന് പറയാനുള്ള കാര്യം എന്താണ്? താങ്കൾക്ക് അത് പറയാൻ എന്താ അവകാശമാണുള്ളത്? ആരെങ്കിലും അവിടെ ആവശ്യപ്പെട്ടോ? അത് മഹാഭാഗ്യം തന്നെ. ആവശ്യപ്പെടാതെ എന്താണ് താങ്കൾക്ക് അത് പറയാനുള്ള കാര്യം എന്താണ്? വടകരയിൽ നിന്ന് ആരെങ്കിലും വടകര സ്വതന്ത്ര റിപ്പബ്ലിക് ആക്കണമെന്ന് ആവശ്യപ്പെട്ടോ? ഇല്ലല്ലോ. അതൊക്കെ അല്ല സാർ. എന്തെങ്കിലും ഒക്കെ മനസ്സിൽ തോന്നുന്ന ഏതെങ്കിലും മതത്തോട് താങ്കൾക്ക് വിരോധമുണ്ടെങ്കിൽ അത് എന്ത് വിളിച്ചു പറയാന്നാണോ? സാർ, മതത്തോട് ഒരാൾ പറഞ്ഞത് താങ്കൾ അങ്ങനെ റിപ്പബ്ലിക് ആക്കണം ഒരാൾ പറഞ്ഞത് ചൂണ്ടിക്കാണിക്കും. അത്ഭുതമുണ്ട്. താങ്കൾ ചൂണ്ടിക്കാണിക്കും. മലപ്പുറം സ്വതന്ത്ര റിപ്പബ്ലിക് ആക്കണം അവർ ആവശ്യപ്പെടാത്തതിൽ അത്ഭുതമുണ്ട്. അത് എന്താണ് അങ്ങനെ പറയാനുള്ള കാരണം? അത്ഭുതമുണ്ട്. അത് കേൾക്കുന്ന പബ്ലിക്കിനറിയാം. പബ്ലിക്കിനറിയില്ല. താങ്കളുടെ ഉള്ളിലെ വിഷമാണ് തകട്ടി വരുന്നത്, മറ്റൊന്നുമല്ല. ബാലകൃഷ്ണന്റെ ഉള്ളിലെ വിഷമാണ് തകട്ടി വരുന്നത്. ആരെങ്കിലും ഏതെങ്കിലും ഒരു സംഘടന ഈ കാലത്തിനിടയിൽ പറഞ്ഞിട്ടുണ്ടോ മലപ്പുറം സ്വതന്ത്ര റിപ്പബ്ലിക് ആക്കണമെന്ന്? പറയൂ, താങ്കൾ ചൂണ്ടിക്കാണിക്കൂ. പ്രതിപക്ഷ നേതാവിനെ വേദിയിൽ ഇരുത്തിക്കൊണ്ട് താങ്കൾ ചൂണ്ടിക്കാണിക്കൂ. താങ്കൾ ബാലകൃഷ്ണൻ എന്നിട്ട് പറയൂ. മറ്റു കാര്യം പറയാം. താങ്കൾ പറഞ്ഞ ആശ്രയിക്കുന്നുണ്ട്. ഇല്ല, അവർ പ്രതികരിക്കണം. മുഖ്യമന്ത്രി പ്രതികരിക്കണം. എന്തിന് പ്രതികരിക്കണം? താങ്കളുടെ വിവരക്കേട് പറഞ്ഞതിനാണോ പ്രതികരിക്കേണ്ടത്? താങ്കൾക്ക് എന്താ രോഷം? എനിക്ക് രോഷം വരും. ഈ രാജ്യത്തിനെതിരായി പറയുന്നതുകൊണ്ടാണ് രോഷം വരുന്നത്. ഈ നാടിനെതിരായി പറഞ്ഞാൽ രോഷം വരും. ഞാൻ ജീവിക്കുന്ന മണ്ണാണ് കേരളം, ഞാൻ ജീവിക്കുന്ന മണ്ണാണ് ഇന്ത്യ. അതിനെതിരെ പറഞ്ഞതുകൊണ്ട് സ്വാഭാവികമായും രോഷം വരും. താങ്കളെ പോലുള്ള ആളുകൾ ദേശദ്രോഹികൾക്ക് വേണ്ടി നിൽക്കുന്നവരാണ്, അതുകൊണ്ട് ദേഷ്യം വരും. ഇത്ര രോഷം കൊള്ളുന്നേ അതാണ് പറഞ്ഞത്. ഈ രാജ്യത്തിനെതിരായി പറയുമ്പോൾ എനിക്ക് രോഷം വരും. എന്താണ് കുഴപ്പം? താങ്കൾ രാജ്യത്തിനെതിരാണ് പറഞ്ഞത്, കേരളത്തിനെതിരാണ് താങ്കൾ പറഞ്ഞത്, താങ്കൾ മലപ്പുറത്തിനെതിരാണ് പറഞ്ഞത്. അത്ഭുതമാണ്. അതാ ആ അത്ഭുതം ഉണ്ടാകുന്നത് താങ്കളുടെ ഉള്ളിലെ വിഷയം കൊണ്ടാണ്. മഹാത്ഭുതമാണ്. അത് കാത്തിരുന്ന നാടുകളിലെല്ലാം കേരളത്തിൽ ജീവിക്കുന്നവർക്കറിയാം. ശരി, ഓക്കെ. എന്തായാലും താങ്കൾ അത് കയ്യിൽ തന്നെ ഇരിക്കട്ടെ. താങ്കൾ ശ്രീ പീതാംബരനാണ്, പള്ളുരുത്തിയിൽ നിന്നാണ്. ശ്രീ പീതാംബരൻ, ഈ ചിലർ സീരിയസ് ആയി വിഷയങ്ങൾ ചർച്ച ചെയ്യുന്ന സമയത്ത് അവരുടെ ഉള്ളിലെ വിഷം ഇങ്ങോട്ട് തള്ളിവിടാനുള്ള ശ്രമം. ആരും മലപ്പുറം പ്രത്യേക റിപ്പബ്ലിക് ആക്കണമെന്ന് ആവശ്യപ്പെട്ടില്ല. മലപ്പുറം ജില്ല വിഭജിക്കണമെന്ന് പറഞ്ഞത് വേണോ വേണ്ടേ അടക്കം നമ്മൾ പൊതുവേദി അടക്കം ചർച്ച ചെയ്താണ്. അവിടെ ചർച്ച ചെയ്യുമ്പോൾ ആളുകൾ അതിൻ്റെ മെറിറ്റും അതിന് വർഗീയവശമുണ്ടെങ്കിൽ അതുമെല്ലാം സംസാരിക്കും. അതിനപ്പുറത്തേക്ക് ഒരു വിഘടനവാദത്തിൻ്റെ സ്വരം ഉയർത്തേണ്ട കാര്യമില്ല. അത് ശരിയല്ല. അത്തരം നിലപാടുകൾ ആര് സ്വീകരിച്ചാലും അത് അംഗീകരിക്കാനും കഴിയില്ല. അത്തരം ആളുകളെ ഒന്നും അവരുടെ ഉള്ളിലിരിപ്പ് എന്തായാലും ഈ നാടിൻ്റെ ഗുണകരമായ ഉള്ളിലിരിപ്പ് ഉള്ളതല്ല. അവരുടെ വിശ്വാസധാര ഏതായാലും ഏത് രാഷ്ട്രീയമായാലും അത് ഈ നാടിന് ഗുണം ചെയ്യുന്ന രാഷ്ട്രീയമല്ല എന്നതുകൂടി ആവർത്തിച്ച് വ്യക്തമാക്കുകയാണ് ശ്രീ പീതാംബരനാണ് പള്ളുരുത്തിയിൽ നിന്നും. ശ്രീ പീതാംബരൻ, താങ്കൾക്ക് എന്ത് തോന്നുന്നു? ഇപ്പോൾ ഈ ഇടത് വലത് മുന്നണി നേതാക്കന്മാരെ മുന്നിലിരുത്തി ഇങ്ങനെ ഒരു ആവശ്യം ഉന്നയിക്കുന്നത്, ന്യായമായ ആവശ്യവും അല്ലാത്ത ആവശ്യങ്ങളും ഒക്കെ ഉണ്ട്, അത് തെരഞ്ഞെടുപ്പ് കണ്ടുള്ള സമസ്തയുടെ ഒരു വിലപേശൽ തന്ത്രമല്ലേ? അത് വിലപേശൽ തന്ത്രം തന്നെയാണ്. കാരണം ഇപ്പൊ പെരുന്നാളിന് അവധി കൊടുക്കുന്നുണ്ട്, മറ്റുള്ള കലണ്ടറിലെ അവധി മുഴുവൻ കൊടുക്കുന്നുണ്ട്, എല്ലാം കൊടുക്കും. പിന്നെ ഇപ്പൊ അങ്ങനെയാണെങ്കിൽ എല്ലാ സൗകര്യവും പറയുകയാണെങ്കിൽ 360 ദിവസം ചെയ്യാണ്ട് വരും നമുക്ക് ജോലിയെടുക്കാൻ. സർക്കാർ ഓഫീസൊക്കെ പൂട്ടിയിടേണ്ടി വരും. അപ്പോൾ ഉള്ളത് നിലനിർത്തിക്കൊണ്ട് എല്ലാ അഭിപ്രായം പറഞ്ഞാൽ മതനേതാക്കന്മാരും സമുദായ നേതാക്കന്മാരും പറയുന്നതല്ല, ജനങ്ങളുടെ ആവശ്യം നിർത്തി പറയണം. അല്ലാണ്ട് ഒരു സമുദായത്തിന് വേണ്ടി മാത്രം സമുദായം എന്ന് പറയുന്നത് എന്താണ്? ഒരു അഭിപ്രായമാണ്. പക്ഷെ ആ അഭിപ്രായം എല്ലാ മേഖലകളിലേക്കും നമ്മൾ വരേണ്ടതുണ്ട്. രണ്ടാമത്തെ കാര്യം, ഇതിപ്പോൾ എങ്ങനെയൊക്കെ തന്നെ വന്നാലും ഇവിടെ ഏക സിവിൽ കോഡ് നടപ്പാക്കണം. ഇത്ര കാലങ്ങളായി ആവശ്യപ്പെടുന്നു. സാധാരണക്കാരുടെ ഇവിടെ സാമ്പത്തിക ശാസ്ത്രം കൊണ്ടുവരണം, സാമ്പത്തികമായ സംവരണം വരണം. ഇതെല്ലാം നമ്മുടെ നാടിന് ആവശ്യമാണ്. ഏറ്റവും അത്യാവശ്യം ചെയ്യേണ്ടത് അപ്പൊ ഈ സാമ്പത്തികമായ സംവരണമാണോ സാമൂഹികമായ സംവരണമാണോ എന്നുള്ളത് അതൊക്കെ വേറെ വിഷയമാണ്. അത് സാമ്പത്തിക സംവരണമല്ല, സാമൂഹിക സംവരണമാണ് ഇന്ത്യൻ ഭരണഘടന വിഭാവനം ചെയ്യുന്നത്. അത് പോട്ടെ, നമുക്ക് എന്തായാലും ഇതിൽ പറയും. ആയിക്കോട്ടെ. പിന്നെ ശരി, ഓക്കെ. ശ്രീ മറ്റൊരു പ്രശ്നത്തിലേക്ക് കൂടി നമുക്ക് പോകേണ്ടതുണ്ട്. ശ്രീ
മഹിയാണ് കിള്ളിപ്പാലത്ത് നിന്ന്. ശ്രീ മഹി, ഈ തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടല്ലേ മുഖ്യമന്ത്രിയെയും പ്രതിപക്ഷ നേതാവിനെയും ഇരുത്തിക്കൊണ്ട് ഇങ്ങനെ ഒരു ആവശ്യം സമസ്ത പ്രധാനമായും ഉന്നയിക്കുന്നത്? പെരുന്നാളിന് 3 ദിവസം അവധി വേണം, മലപ്പുറം ജില്ല വിഭജിക്കണം അടക്കമുള്ള പ്രധാനപ്പെട്ട ആവശ്യങ്ങൾ. സാറ് അത് പിന്നെ ഇപ്പൊ ഈ ബാലകൃഷ്ണന്റെ സാറ് ഈ വിഷം വർക്കിയ വിഷമുള്ള ഈ ബാലകൃഷ്ണന്റെ സാറ് ഈ സമയമുള്ള സാറിന്റെ സമയം വെറുതെ മെനക്കെടുത്തിട്ട് എന്തിനും ആവശ്യമില്ല. അവര് ഈ ബാലകൃഷ്ണന്റെ പറഞ്ഞ് സാറിന്റെ സമയം വെറുതെ മെനക്കെടുത്തി. ശ്രീ ബാലകൃഷ്ണനെ പോലെയുള്ള വേറെ ചില മനുഷ്യരൊക്കെ കേട്ടോണ്ടിരിക്കുന്നവരിലും ഉണ്ടാവും. അവരൊക്കെ അറിഞ്ഞോട്ടെ. ലോക്കൽ ആളുകൾക്ക് സംസാരിച്ച് വില കളയല്ലേ സാറേ? സാറിന് നല്ലൊരു വിലയുണ്ട്. അതല്ല, അങ്ങനെയല്ല. അതെ, ഓരോരുത്തർ അവരുടെ അഭിപ്രായം പറയുന്നു. നമ്മൾ പറഞ്ഞാലും കേൾക്കില്ല. വിഷം വർക്കിയ വിഷം ശ്രീ മഹി, താങ്കളുടെ അഭിപ്രായം പറയൂ. പറയാം സാറേ. പാർട്ടി ഗവൺമെന്റ് ഞാൻ വർക്ക് ചെയ്യാൻ പാർട്ടി പറഞ്ഞാൽ കേൾക്കില്ല. പിന്നെ അവർക്ക് ന്യായമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്തു കൊടുക്കും. അല്ല ഇന്ന കാര്യം ചെയ്ത് അങ്ങനെ ചെയ്യില്ല. അവർക്ക് ഗവൺമെന്റ് തോന്നും നല്ല കാര്യങ്ങൾ ചെയ്യും, അത്രയേ ഉള്ളൂ. അല്ലാതെ കോൺഗ്രസിന് പോലെ. ചാലക്കുടിയിൽ നിന്നാണ് ശ്രീ ശിവദാസൻ. താങ്കൾ എങ്ങനെയാണ് കാണുന്നത് ഈ സമസ്തയുടെ ഇപ്പോഴത്തെ ആവശ്യങ്ങൾ? അതിന്റെ ന്യായാന്യായങ്ങൾക്കപ്പുറത്തേക്ക് സദാശിവനാണ്, ക്ഷമിക്കണം, ന്യായാന്യായങ്ങൾക്കപ്പുറത്തേക്ക് ഇത് തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുള്ള ഒരു തന്ത്രമല്ലേ? നിങ്ങൾ മുഖ്യമന്ത്രി, നിങ്ങൾ പറയൂ, പ്രതിപക്ഷ നേതാവ് നിങ്ങൾ പറയൂ, ഞങ്ങളുടെ ആവശ്യത്തോട് നിങ്ങൾ യോജിച്ചാൽ ഞങ്ങൾ നിങ്ങൾ കൂട്ടുതരാമെന്നല്ലേ പച്ചയായി പറയുന്നത്? ഇത് അതൊന്നുമല്ല സാർ. ഇവിടെ കേരളത്തിലെ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾക്ക് നട്ടെല്ലാം എവിടെയോ പോയി. അല്ലെങ്കിൽ ആവശ്യത്തിനും അനാവശ്യത്തിനും മുസ്ലിങ്ങൾ 23% ഉള്ളൂ. പല ദിക്കിലും ലോക്കലൈസ്ഡാണ്. അവർക്ക് വേണ്ടി 77% ജനങ്ങളും കൂട്ടിയിട്ടുകൊണ്ടിരിക്കണം. അത് മര്യാദയല്ല. നാളെ ക്രിസ്ത്യാനികൾ തുടങ്ങും, മറ്റന്നാൾ നായന്മാർ തുടങ്ങും, SNDP തുടങ്ങും. ഇങ്ങനെ ഓരോ സമുദായങ്ങളും ഓരോ ആവശ്യങ്ങൾ പറഞ്ഞാൽ ഇതിനൊക്കെ അല്ലല്ലോ ഒരു സർക്കാർ. ജനങ്ങളുടെ ന്യായമായ കാര്യങ്ങൾ നോക്കുക. എനിക്ക് ഇതിൽ UDF-നോടും LDF-നോടും സഹതാപേ ഉള്ളൂ. ഇവര് ഇത്ര ഗതികെട്ട് പോയല്ലോ. മുഖ്യമന്ത്രിയുടെയും പ്രതിപക്ഷ നേതാവിന്റെ മുന്നിൽ വെച്ചിട്ടാണ് ഇവരിങ്ങനെ സംസാരിക്കുന്നത്. എന്നിട്ടൊരു മറുപടി പറയാൻ പറ്റാണ്ട് ഇറങ്ങി പോയില്ലേ? അപ്പൊ ഇവർക്കൊക്കെ നട്ടില്ല. ഇവിടെ ഇരട്ടച്ചങ്കുള്ള ആളാണ്, 5 പ്രാവശ്യം ജയിച്ച ആളാണ് എന്നൊക്കെ പറയണ ഈ മാന്യന്മാരിലേക്ക് നട്ടില്ല എവിടെ പോയി? ഈ രാഷ്ട്രീയ പാർട്ടികളുടെ സദാശിവൻ, ഇപ്പോൾ അങ്ങനെ പറഞ്ഞാൽ ഈ 2 രാഷ്ട്രീയ പാർട്ടികൾ മാത്രമല്ല, മറ്റു നിൽക്കുന്ന ദേശീയ തലത്തിൽ നിൽക്കുന്ന രാഷ്ട്രീയ പാർട്ടികളും ഒക്കെ ഇതുപോലെ മതസംഘടനകളുടെ ആസ്ഥാനത്ത് പോയി അവിടെ കുനിഞ്ഞു നിൽക്കുന്ന ആളുകളായി, അല്ലെങ്കിൽ അവർക്ക് സമസ്ത വിധേയരായി നിൽക്കുന്ന ആളുകളാണ് നമ്മുടെ രാജ്യത്തെ പ്രധാനപ്പെട്ട രാഷ്ട്രീയ പാർട്ടികളുടെ ഒക്കെ നേതാക്കളെ പലപ്പോഴും നമ്മൾ കാണുന്നത്. ഇവരൊക്കെ കൈ കെട്ടി നിൽക്കുകയുള്ളൂ, ചാൻസ് നിൽക്കും, ആരേലും മുണ്ടും കെട്ടി. ഈ 2 മുന്നണികളും, 2 മുന്നണി മാത്രമല്ല ശ്രീ സദാശിവൻ, മൂന്നാമത്തെ മുന്നണിയും മറ്റൊരു മതത്തിന്റെ മുന്നിൽ ഇതുപോലെ തന്നെ നിൽക്കുന്നവരാണ്. ഇന്ത്യയിലെ രാഷ്ട്രീയ നേതൃത്വത്തിലെ പലരും ആ തരത്തിൽ മത നേതാക്കൾക്ക് മുന്നിൽ ഓച്ചാനിച്ച് നിൽക്കുന്നവരായി മാറിയിട്ടുണ്ട്. അതിന് സംശയമൊന്നുമില്ല. നമ്മളെ ഇപ്പൊ ഇവിടത്തെ കാര്യമല്ലേ പറയണേ? ഈ 2 മുന്നണികളും കേരളത്തിലെ അവസ്ഥ അതാണ്. ഇപ്പൊ കോൺഗ്രസിന്റെ കാര്യം തന്നെ ആലോചിച്ച് നോക്കൂ. ഹിന്ദുക്കൾ അതിൽ നിന്ന് ഒളിച്ചുപോയി. ഹിന്ദുക്കൾ ഇല്ല. എനിക്കറിയാം. ശ്രീ സദാശിവൻ, അല്ല, അതിൽ ഹിന്ദുക്കൾ ഇല്ല. ശ്രീ സദാശിവൻ, കേരളത്തിലെ കോൺഗ്രസിനെ നയിക്കുന്നത് മഹാഭൂരിപക്ഷവും ഹിന്ദു സമുദായത്തിൽ ജനിച്ച ആളുകളല്ലേ? അതുകൊണ്ട് കേരളത്തിൽ നിന്ന് കോൺഗ്രസിൽ നിന്ന് ഹിന്ദുക്കളെ ഒലിച്ചു പോയെന്നോ അല്ലെങ്കിൽ കുറച്ച് പഴയ നേതാക്കളല്ലാണ്ട് പുതിയ ബാച്ച് ഒന്ന് കാണിച്ചു. പുതിയ ബാച്ച് ഏത് നേതാക്കളെ, ഏത് പ്രായത്തിലെ നേതാക്കളെയും താങ്കൾ എണ്ണി നോക്കൂ. 40-ൽ താഴെയുള്ള നേതാക്കൾ, 50-ൽ താഴെയുള്ള നേതാക്കൾ, 60-ൽ താഴെയുള്ള നേതാക്കൾ, എന്തായാലും പകുതിയിലേറെ പേരും നിൽക്കുന്നത് ഹിന്ദു സമുദായത്തിൽ നിന്നുള്ള നേതാക്കളാണ്. അത് ഏത് പാർട്ടിയിലായാലും കൂടുതൽ അങ്ങനെയാണ്. ജനസംഖ്യ കൂടുതൽ ഹിന്ദുക്കളായതുകൊണ്ട് ഹിന്ദു നേതാക്കൾ കൂടുതലായി വരുന്നു. നോമിനേറ്റഡ് നേതാക്കളാണ് അവിടെ പിടിച്ച് ഇവിടെ കാലി തിരുമ്പി പുറം ചോർന്ന് നേതാവാവണതല്ലേ? പുതിയ ബാച്ചിൽ ഇല്ല സാർ. അല്ല, താങ്കളെ ഒരു 10 പേരുടെ പേര് പുതിയ ബാച്ചിൽ ഇല്ല എന്ന് പറഞ്ഞാൽ ശ്രീ സദാശിവൻ, അല്ല ശ്രീ സദാശിവൻ, താങ്കൾ ചുമ്മാ ഒരു ഓടെ ഒരു കാര്യം പറയാതെ ഒന്ന് കേൾക്കൂ. ശ്രീ സദാശിവൻ ഒന്ന് കേൾക്കൂ. ശ്രീ സദാശിവൻ, താങ്കളൊന്ന് കേൾക്കൂ. ശ്രീ സദാശിവൻ ഒന്ന് കേൾക്കാൻ കഴിയുമോ? എന്നാ പിന്നെ അതൊന്ന് കേൾക്കോ. നമ്മൾ ഒരാൾ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കുമ്പോൾ ഇപ്പുറത്ത് പറയുന്ന ആളോട് കേൾക്കണമല്ലോ. താങ്കൾ കോൺഗ്രസിലെ, അല്ല താങ്കൾ കോൺഗ്രസ് അതിൽ ഉദാഹരണം പറഞ്ഞത്, കോൺഗ്രസിൽ ഒരു 50 വയസ്സിന് താഴെ നിൽക്കുന്ന നേതാക്കൾ, ഒരു 10 നേതാക്കളുടെ പേര് താങ്കൾ, പ്രധാനപ്പെട്ട നേതാക്കളുടെ പേര് പറഞ്ഞു നോക്കൂ. ആ പേര് പറഞ്ഞു നോക്കിയാൽ അതിൽ പകുതിയിൽ കൂടുതൽ ആളുകളും ഹിന്ദു വിഭാഗത്തിൽപ്പെടുന്ന നേതാക്കൾ തന്നെയാണ്. അല്ല, ഞാനത് ആലോചിച്ചിരിക്കാറുണ്ട്. ഇവരൊക്കെ അത് ആലോചിക്കാതെ താങ്കൾ പറയരുത്. അങ്ങനെ ഒരു ആരോപണം ഉന്നയിക്കുമ്പോൾ ഹിന്ദുക്കൾ ആരുമില്ലാത്ത പാർട്ടിയാണ് കോൺഗ്രസ് എന്നൊക്കെ പറഞ്ഞാൽ അത് അംഗീകരിക്കാൻ കഴിയുന്ന കാര്യമല്ല. മുഖ്യമന്ത്രി അവൻ കേപ്പബിലിറ്റി ഉള്ള എത്ര നേതാവ് കോൺഗ്രസിലുണ്ട്?
എല്ലാരും പുറം ശരി, ചൊറിഞ്ഞ് ഓക്കെ. എന്തായാലും നമ്മുടെ വിഷയം ആളാവുന്നവരല്ലേ അതല്ല സദാശിവൻ. ഗ്രൂപ്പ് സദാശിവൻ ഈ ഉണ്ടാക്കിയിട്ടും. പോസിറ്റീവായ കാര്യങ്ങൾ അല്ല, പറയുമ്പോൾ തന്നെ കോൺഗ്രസിന്റെ അദ്ദേഹത്തിന്റെ ഉള്ളിൽ ഒരു രാഷ്ട്രീയ വിരോധം കൂടെ അതിന് ഉള്ളിൽ ഓരോ ദിക്കില് പോയി കൈ കെട്ടി ചേർക്കുന്നു നിന്ന് എന്നുള്ളതാണ് അതിൽ വിഷയം. ഇപ്പൊ ശരി, ഞാൻ ഓക്കെ. ഒരു ശ്രീ ഉദാഹരണം ഉമേഷാണ് കോഴിക്കോട് നിന്നാണ്. ശ്രീ ഉമേഷ്, താങ്കൾ എങ്ങനെയാണ് കാണുന്നത് ഈ സമസ്ത ഇപ്പോൾ ഇങ്ങനെ ഒരു ആവശ്യം ഉന്നയിച്ചിരിക്കുന്നത്? ഇത് രാഷ്ട്രീയമായ ഒരു വിലപേശൽ തന്ത്രം. ഈ സമയത്ത് രണ്ട് മുന്നണികളോടും വിലപേശാൻ കഴിയുന്ന ഒരു സമയമാണ്. ഇതൊക്കെ കണ്ട് ചിരിക്കുന്ന മറ്റ് ഒരു വിഭാഗം കൂടിയുണ്ട്. എന്തായാലും താങ്കൾക്ക് എന്ത് തോന്നുന്നു? അല്ല, ഇത് നമസ്കാരം കേട്ടോ സാറേ. നമസ്കാരം. ഇത് എന്ന് പറഞ്ഞാല് താങ്കൾ പറഞ്ഞ പോലെ തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുകൊണ്ട് തന്നെയാണ് തെരഞ്ഞെടുപ്പിന്, അതായത് അടുത്ത് നിൽക്കുന്ന ഒരു സമയം, ഇവരുടെ ഒരു സമ്മേളനം നടക്കുന്ന സമയത്ത് ഇത്തരം ആവശ്യങ്ങൾ ഉന്നയിക്കും. എല്ലാ ആവശ്യങ്ങളും എല്ലാ പാർട്ടിക്കാരും അംഗീകരിക്കണമെന്നൊന്നുമില്ലല്ലോ. അംഗീകരിക്കാൻ പറ്റാവുന്നത് അംഗീകരിക്കുക, അല്ലാത്തത് അംഗീകരിക്കാതിരിക്കുക. അത് അത്രയേ ഉള്ളൂ. അല്ലാതെ അതിനിപ്പോ മറ്റേ ആരോ വിളിച്ചു പറഞ്ഞ മുഖ്യ രാഷ്ട്രീയക്കാർ എന്ന് പറയുന്നത് ഇപ്പോ മതസംഘടനകൾ ഇത്തരം വേദിയിൽ പോയിട്ടൊന്നും ഞങ്ങൾക്ക് അത് ചെയ്യാൻ പറ്റില്ല, അതൊന്നും പെട്ടെന്നൊന്നും പറയില്ല. പ്രത്യേകിച്ച് തെരഞ്ഞെടുപ്പ് സമയത്ത് ഈ മുഖ്യമന്ത്രി ആയിക്കോട്ടെ, ഇനിയിപ്പോ വി ഡി സതീശനായിക്കോട്ടെ, ഇനിയിപ്പോ മറ്റേ രാജീവ് ചന്ദ്രശേഖർ ആയിക്കോട്ടെ, ആര് തന്നെയായാലും ഇത്തരം സന്ദർഭത്തിലൊന്നും പെട്ടെന്ന് എടുത്ത് പറയാൻ നിൽക്കൂല. പക്ഷെ ഇത് മതസംഘടന ഇങ്ങനെ പറഞ്ഞു എന്ന് കരുതിയിട്ട് അത് അപ്പാട് അംഗീകരിക്കാൻ വേണ്ട. അംഗീകരിക്കാൻ പറ്റാവുന്നത് അംഗീകരിച്ചാൽ പോരെ. അത് കുറെ കാലം മുന്നേ വ്യക്തമാണ്. പക്ഷേ മതസംഘടനകളാണ് ആലോചിക്കേണ്ടത്. അത് ഈ ന്യൂനപക്ഷ വർഗീയതയായാലും ഭൂരിപക്ഷ വർഗീയതയായാലും പരസ്പരം വളരാൻ കാത്തു നിൽക്കുന്ന ദുഷ്ടശക്തികളായി നിൽക്കുകയാണ്. അവിടെ അവർക്ക് വളമിട്ട് കൊടുക്കുന്ന തരത്തിലേക്ക് തങ്ങളുടെ ഇടപെടൽ, അതിന് ഏത് സമുദായ സംഘടനയായാലും അത് ചെയ്യണോ വേണ്ടയോ എന്നത് ആലോചിക്കേണ്ടതും ഭാവിയെ മുന്നിൽ കാണേണ്ട ഉത്തരവാദിത്തമുള്ളവരാണ്. അല്ലാതെ ഒരു തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ട് അവിടെ വെച്ച് നമുക്ക് കുറച്ച് വിലപേശൽ നടത്തിയേക്കാമെന്ന് തീരുമാനിക്കേണ്ടവരാണോ ഇങ്ങനെയൊക്കെയുള്ള മതസംഘടനയുടെ തലപ്പത്ത്? ഇതിനു മുമ്പ് ഹലോ കേൾക്കാൻ പറഞ്ഞോളൂ. ഇതിനു മുമ്പ് ഇതേപോലത്തെ ഒരു പച്ച നഗ്ന സത്യം പറഞ്ഞ ഒരാളുണ്ടായിരുന്നു. അറിയേ, എ കെ ആന്റണി സാർ. എ കെ ആന്റണി സാർ ഒരു സമയത്ത് പറഞ്ഞത് ന്യൂനപക്ഷങ്ങളും മറ്റു സംഘടനകളൊക്കെ പല ആനുകൂല്യങ്ങളും സമ്മർദ്ദം ചെലുത്തി, അതുകൊണ്ട് എ കെ ആന്റണി സാർ ഒരുപാട് വിഷമതകൾ അനുഭവിച്ച ഒരു നേതാവാണ്. അതുപോലെയാണ് സത്യങ്ങൾ ചില സമയത്ത് പറഞ്ഞാലും അത് തിരിഞ്ഞു കുത്തുന്ന ഒരു അവസ്ഥയാണ്. സത്യങ്ങൾ ഇന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവനെറിയ കല്ലെറിയും. അതാണ് സത്യം. ശരി, ഓക്കെ. എപ്പോഴും പക്ഷേ സത്യങ്ങൾ പറയാനുള്ള ആർജവം ഒരു നാടിൻ്റെ നേതാക്കൾക്ക് ഉണ്ടാകുമ്പോഴാണ് ആ നാടിന് നേരായ രീതിയിൽ മതനിരപേക്ഷമായി മുന്നോട്ട് പോകാൻ കഴിയുന്നത്. ശരത്താണ് ബാലരാമപുരത്തുനിന്ന്. ശ്രീ ശരത്ത്, താങ്കൾ എങ്ങനെയാണ് കാണുന്നത് ഇപ്പോൾ ഇങ്ങനെ ഒരു ആവശ്യം ഉന്നയിച്ചുകൊണ്ട് മലപ്പുറം ജില്ല വിഭജിക്കണമെന്നുള്ള ആവശ്യമായാലും പെരുന്നാളുകൾക്ക് 3 ദിവസം വീതം അവധി വേണം എന്നുള്ള ആവശ്യമായാലും വെള്ളിയാഴ്ച പരീക്ഷാ സമയം ക്രമീകരിക്കണം, സ്കൂൾ കലണ്ടർ ക്രമീകരിക്കണം അടക്കമുള്ള നിരവധി ആവശ്യങ്ങൾ ഉന്നയിച്ചിരിക്കുന്നു. ഈ തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുള്ള ഒരു സമ്മർദ്ദ തന്ത്രം കൂടിയല്ലേ അത്? എനിക്ക് പറയാനുള്ളത്, നമ്മളിപ്പോ കേരളത്തിനകത്ത് NSS ആയാലും SNDP ആയാലും മുസ്ലിം ലീഗ് ആയാലും ക്രൈസ്തവരായാലും അവർക്ക് അവരുടെ ആവശ്യങ്ങൾ ഉന്നയിക്കുകയാണല്ലോ. വോട്ട് കിട്ടുമെന്നപ്പോ LDF-ഉം UDF-ഉം രണ്ട് പാർട്ടികൾ മാറി മാറി ഭരണത്തിൽ വന്നാലും അവർക്ക് കിട്ടേണ്ട അവകാശങ്ങളും ആനുകൂല്യങ്ങളും അവര് ചോദിക്കും. കാരണം വോട്ട് കിട്ടിയാൽ മാത്രമേ ഈ രണ്ട് പാർട്ടിക്ക് LDF ആയാലും UDF ആയാലും അവർക്ക് വിജയിച്ച് വരാൻ പറ്റുള്ളൂ. അപ്പോൾ തീർച്ചയായിട്ടും മുസ്ലിം ലീഗ് എന്നുള്ള ക്രൈസ്തവരായ പോലും അവരുടെ ആവശ്യങ്ങൾ അവർ ഉന്നയിക്കും. അത് പരിഗണിക്കേണ്ടതുണ്ട്. അപ്പൊ ഇലക്ഷൻ അടുപ്പിച്ചിട്ടാണ് അവരെ ആവശ്യങ്ങൾ ഉന്നയിക്കുന്നത് എന്ന് നമുക്ക് പറയാൻ പറ്റൂല. ഒരു പക്ഷേ മറ്റുള്ള കേരളത്തിനകത്ത് നമ്മൾ മുമ്പ് സംസാരിച്ചിട്ടുള്ളതാണ്, BJPക്ക് ഇവിടെ വലിയ സ്ഥാനം കിട്ടാത്തത് എന്തുകൊണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ക്രൈസ്തവരും മുസ്ലിങ്ങളുമായിട്ടുള്ള അവര് ന്യൂനപക്ഷങ്ങളായിട്ടുള്ള അവർക്കുള്ള അവകാശങ്ങൾ കിട്ടാനും അവര് വോട്ട് ചെയ്യുമ്പോൾ അവർക്ക് കൂടെ ഒരു സപ്പോർട്ട് കൊടുക്കണ്ടേ. അതുകൊണ്ടല്ലേ അവരിപ്പോഴും അങ്ങനെ ആവശ്യപ്പെടുന്നത്, അവർക്ക് അവരുടെ ആവശ്യം കൂടെ ഉന്നയിക്കുന്നത്. അത് അവർക്ക് കിട്ടണം, അതിനു വേണ്ടിയാണ് അവര് അങ്ങനെ പറയുന്നത്. ശരി, താങ്കളുടെ അഭിപ്രായം വളരെ വ്യക്തമാണ്. ശ്രീ പ്രദീപാണ് ഇടുക്കിയിൽ നിന്ന്. ശ്രീ പ്രദീപ്, താങ്കൾ എങ്ങനെയാണ് കാണുന്നത് ഇപ്പോഴത്തെ ഈ ആവശ്യങ്ങൾ? അത് ഒരു തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുള്ള ഒരു നീക്കം ആണോ? അതൊരു സമ്മർദ്ദ തന്ത്രമല്ലേ? പിന്നെ സമ്മതം തന്നെ. അത് തെരഞ്ഞെടുപ്പ് മുന്നിൽ കാണോടാ കിട്ടുവാണെ കെട്ടണമായിരുന്നാ. പിന്നെ അവരെയും കുറ്റം പറഞ്ഞിട്ട് ആരാണെന്ന് ചോദിച്ചു. പിന്നെ ഈ സമസ്ത വർഗീയവാദികളൊന്നും അല്ല കേട്ടോ. നമുക്ക് അവരെ ശരിക്കും അവരുടെ വേഷം കണ്ടുകൊണ്ട് ആൾക്കാർ പറഞ്ഞു വർഗീയത. എനിക്ക് അവരെ ശരിക്കും കോഴിക്കോടൊക്കെ ഉണ്ടായിരുന്നു. എന്താ കേട്ടില്ല? ലീഗിന്റെ അത്ര സമസ്ത വർഗീയവാദികളും ഒന്നുമല്ല. അവര് വേഷം കൊണ്ടാണ് ഈ ബാലകൃഷ്ണൻ പറഞ്ഞവരൊക്കെ ഈ പ്രധാനം പറഞ്ഞത്. സമസ്ത അങ്ങനത്തെ ഒരു സംഘടനയല്ല. സമസ്തയൊക്കെ എല്ലാ കാലത്തും അത്തരം മതനിരപേക്ഷ നിലപാടുകളൊക്കെ ഉയർത്തിപ്പിടിക്കുകയൊക്കെ ചെയ്യും. ഇയാളെ എന്ത് ചെയ്തിട്ട് സ്വന്തമായി അവകാശപ്പെടുന്നത് അങ്ങനെയല്ല, ഇങ്ങനെയൊക്കെ ആണെന്നാണ് അവരുടെ നടുക്ക കിടക്കുന്നത്. അവർക്ക് വേണ്ടി ചവിട്ടുകൂട്ടി വെള്ളക്കളായിരുന്നു. ചുമ്മാ വർത്താൻ ഇയാളൊക്കെ വായി BJP ശ്രീ ചന്ദ്രൻ നായരാണ് തിരുവനന്തപുരത്ത് നിന്നാണ്. ശ്രീ ചന്ദ്രൻ നായർ,
താങ്കൾക്ക് എന്ത് തോന്നുന്നു ഈ സമസ്ത ഇപ്പോൾ ഇങ്ങനെ ഒരു ആവശ്യം ഉന്നയിച്ചത്, ഈ ഒരു വിഷയം ചർച്ചയാക്കിയൊക്കെ തെരഞ്ഞെടുപ്പിൻ്റെ തൊട്ട് മുന്നായി കൊണ്ടുവരാനുള്ള ശ്രമം, അത് ഒരു തെരഞ്ഞെടുപ്പിന് മുന്നിൽ കണ്ടുള്ള ഒരു സമ്മർദ്ദ തന്ത്രമല്ലേ? കിരൺ സാറെ, ജനങ്ങളെ സംരക്ഷിക്കലാണോ മറിച്ച് അധികാര ലക്ഷ്യമാണോ സമസ്തയുടെ ഉദ്ദേശം? സമസ്തയുടെ പ്രധാനപ്പെട്ട ഉദ്ദേശം എന്ന് വെച്ചാൽ അധികാര ലക്ഷ്യം തന്നെയാണ് സാർ. അതിനകത്ത് മുൻകൂട്ടി അവരെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എറിഞ്ഞു തുടങ്ങി. അവരെന്നല്ല സാർ, ഇനി മുസ്ലിം ലീഗിന്റെ പലരും എന്താണെന്ന് വെച്ചാൽ രംഗത്ത് വരാൻ സാധ്യതയുണ്ട്. പിന്നെ അതുകൂടാതെ തന്നെ നമ്മളെ കേരളത്തിലൊരു ഭരണമാറ്റം അത്യാവശ്യമാണ്, അത് ഉണ്ടാകും എന്നുള്ളൊരു ധാരണയെ മുന്നിൽ കണ്ടുകൊണ്ട് തന്നെയാണ് സമസ്ത ഇപ്പൊ ഈ രീതിയിലേക്ക് മുന്നോട്ട് വന്നിരിക്കുന്നതാണ് എന്റെ അഭിപ്രായം സാർ. ശരി, താങ്കളുടെ അഭിപ്രായം അങ്ങനെയാണ്. എന്തായാലും നമുക്ക് ഈ വിഷയത്തിൽ ചർച്ച തുടരേണ്ടതുണ്ട്. ഒരു ചെറിയ ഇടവേളയ്ക്ക് ശേഷം. ആധുനിക ലോകത്തിന്റെ ചലനങ്ങളെ നിയന്ത്രിക്കുന്നതിൽ ഇന്നും ഏറ്റവും അധികം ചർച്ച ചെയ്യപ്പെടുന്ന ഒന്നാണ് തലമുറകൾ തമ്മിലുള്ള വ്യത്യാസം. അതിൽ തന്നെ ജെൻസി അഥവാ 2K കിഡ്സ് എന്ന് വിളിക്കുന്ന വിഭാഗം അവരുടെ സവിശേഷതമായ സ്വഭാവ രീതികൾ കൊണ്ടും ലോകവീക്ഷണം കൊണ്ടും എല്ലാവരെയും അമ്പരപ്പിക്കുന്നവരാണ്. പഴയ തലമുറയെ അപേക്ഷിച്ച് കൂടുതൽ ആത്മവിശ്വാസമുള്ളവരും കാര്യങ്ങൾ തുറന്നു പറയാൻ മടിയില്ലാത്തവരും സാങ്കേതിക വിദ്യയിൽ അസാമാന്യമായ പ്രാവീണ്യമുള്ളവരുമാണ് ഇവർ. എന്നാൽ ഈ തിളക്കമാർന്ന വിശേഷണങ്ങൾക്കിടയിൽ നമ്മെ ഗൗരവമായി ചിന്തിപ്പിക്കേണ്ട ഒരു പഠന വിവരം പുറത്തു വന്നിരിക്കുകയാണ്. മുൻ തലമുറകളെക്കാൾ ബുദ്ധിശക്തിയിൽ പിന്നിലായ ആദ്യത്തെ തലമുറയാണ് ജെൻസി എന്നാണ് പ്രമുഖ ന്യൂറോ സയന്റിസ്റ്റായ ഡോക്ടർ ജാരേഡ് കൂനി ഹോർവാത്ത് മുന്നറിയിപ്പ് നൽകുന്നത്. ഇത് കേവലം ഒരു വിമർശനമല്ല, മറിച്ച് ഗൗരവകരമായ ശാസ്ത്രീയ നിരീക്ഷണമാണ്. എന്താണ് യഥാർത്ഥത്തിൽ ജെൻസിയുടെ കാര്യത്തിൽ സംഭവിക്കുന്നത് എന്ന് പരിശോധിക്കുമ്പോൾ 2010 മുതലുള്ള ഡേറ്റകൾ നമുക്ക് വലിയൊരു സൂചന നൽകുന്നുണ്ട്. 20ാം നൂറ്റാണ്ടിലുടനീളം ഓരോ പുതിയ തലമുറയും മുൻപത്തേതിനേക്കാൾ ഉയർന്ന IQ രേഖപ്പെടുത്തിയിരുന്നു. ഇതിനെ സമസ്തയുടെ ശതാബ്ദി സമ്മേളനത്തിൻ്റെ ഭാഗമായി മുന്നോട്ട് വെച്ച പ്രധാനപ്പെട്ട ആവശ്യങ്ങളായിരുന്നു വലിയ പെരുന്നാളിനും ചെറിയ പെരുന്നാളിനും 3 ദിവസം വീതം ഔദ്യോഗികമായ അവധി വേണം, മലപ്പുറം ജില്ല വിഭജിക്കണം, അതോടൊപ്പം തന്നെ വെള്ളിയാഴ്ച ജുമാ നമസ്കാരത്തിനനുസരിച്ച് പരീക്ഷ ക്രമീകരിക്കണം, മദ്രസകളുടെ പ്രവർത്തനത്തിനനുസരിച്ച് സ്കൂൾ സമയത്തിൽ മാറ്റം വരുത്തണം. അങ്ങനെയുള്ള പ്രധാനപ്പെട്ട ആവശ്യങ്ങളാണ് അവർ ഉന്നയിച്ചത്. തെരഞ്ഞെടുപ്പിൻ്റെ തൊട്ട് മുന്നേ മുഖ്യമന്ത്രിയെയും പ്രതിപക്ഷ നേതാവിനെയും മുൻനിർത്തിക്കൊണ്ട് ഇങ്ങനെയൊക്കെയുള്ള ആവശ്യങ്ങൾ ഉന്നയിക്കുമ്പോൾ അത് ഒരു തെരഞ്ഞെടുപ്പ് തന്ത്രമായി അല്ലെങ്കിൽ വിലപേശലായി അപ്പോൾ കാണാൻ കഴിയില്ല എന്നുള്ളതാണ് വിഷയം. ശ്രീ നൌഷാദാണ് ആലപ്പുഴയിൽ നിന്ന്. താങ്കൾ പറഞ്ഞോളൂ. ശ്രീ നൌഷാദ് പറഞ്ഞോളൂ. അതെ, ഈ സമസ്ത എന്ന് പറയുന്നത്, സമസ്ത എന്ന് ഉദ്ദേശിക്കുന്നത് പിന്നെ ഈ സമസ്ത എന്ന് പറഞ്ഞാൽ പ്രത്യേക ഒരു രാഷ്ട്രീയ സംഘടനയൊന്നുമല്ല. അതായത് ഈ രാജ്യത്തെ മുസ്ലിങ്ങളെ ഏകോപിച്ചിട്ടുള്ള മുസ്ലിങ്ങളുടെ സംഘം, ഇപ്പൊ SNDP പിന്നെ ഹൈന്ദവരുടെ NSS നായർ സമാജം എന്നൊക്കെ പറയുന്ന പോലെ മുസ്ലിം, അതിൻ്റെ അകത്ത് ഇരിക്കുന്ന ആൾക്കാരെന്ന് പറയുന്നത് അവരുടെ ആവശ്യങ്ങളല്ല, ഈ രാജ്യത്തെ മുസ്ലിങ്ങളുടെ ആവശ്യങ്ങളാണ് അവർ ഉന്നയിക്കുന്നത്. മുസ്ലിങ്ങളുടെ ആവശ്യങ്ങളെ കുറിച്ച് പറയുമ്പോൾ അത് പൊളിറ്റിക്കൽ പിന്നെ രീതിയിലേക്ക് കൊണ്ടുവരുന്ന ആ നടപടി ശരിയല്ല എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. ശ്രീ നൌഷാദ്, ഒരു സംശയം ചോദിച്ചോട്ടെ? ചോദിച്ചോ. മുസ്ലിം മതവിഭാഗത്തിന്റെ ആവശ്യങ്ങളെ കുറിച്ച് പറയുന്നതിൽ തെറ്റൊന്നുമില്ല. അങ്ങനെ ആവശ്യങ്ങൾ പറയേണ്ട സംഘടന തന്നെയാണ് സമസ്ത. പക്ഷേ ഈ തെരഞ്ഞെടുപ്പിന്റെ പടിവാതിൽക്കൽ നിൽക്കുമ്പോൾ ഈ മലപ്പുറം ജില്ല വിഭജിക്കണം എന്നുള്ള ആവശ്യമൊന്നും ഇപ്പോൾ പൊടുന്നനെ വന്നതല്ല, അത് കാലങ്ങളായി ഉള്ള ഒരു ആവശ്യമാണ്. ഈ പെരുന്നാളിന് കൂടുതൽ അവധി വേണം എന്നുള്ളതും വർഷങ്ങളായിട്ടുള്ള ആവശ്യമൊക്കെയാണ്. ഈ ആവശ്യങ്ങളൊക്കെ ഈ തെരഞ്ഞെടുപ്പിന്റെ ഘട്ടത്തിൽ ഉന്നയിക്കുന്നത് ഈ ആവശ്യങ്ങൾ ചർച്ചയാക്കാനും ആ ആവശ്യങ്ങളിൽ ഏത് മുന്നണിയാണ് ഞങ്ങളെ സഹായിക്കുന്നത്, ആ മുന്നണി ഞങ്ങൾ സഹായിക്കും എന്ന തരത്തിലേക്കുള്ള ഒരു നീക്കത്തിന്റെ അല്ലെങ്കിൽ ഒരു സമ്മർദ്ദ തന്ത്രത്തിന്റെ ഭാഗമല്ലേ? അതൊക്കെ പച്ചയ്ക്ക് മനസ്സിലാവാത്തല്ലോ ആർക്കും. അല്ല, ഇതേ നമ്മൾ കാലകാലങ്ങളായിട്ട് നമ്മൾ ഇപ്പം ഒരു അവകാശങ്ങൾ ഉന്നയിച്ച് കഴിയുമ്പോഴത്തേക്ക് അത് ചിലപ്പം ചില ഗവൺമെന്റുകൾ ചിലപ്പോൾ നടപ്പിലാക്കത്തില്ല. കാരണം എന്ന് പറഞ്ഞാൽ ഈ ഗവൺമെന്റുകളിൽ പല വിഭാഗത്തിലുള്ള ആൾക്കാരുണ്ടല്ലോ. ഇപ്പൊ ഉദാഹരണത്തിന് പറയുകയാണെങ്കിൽ ഇപ്പൊ ഇടതുപക്ഷ സർക്കാർ ഒരുപാട് ആവശ്യം, ഇപ്പൊ സർക്കാർ ഉദ്യോഗസ്ഥന്മാർ DA തന്നെ അവരെന്തുമാത്രം പ്രശ്നങ്ങൾ ഉണ്ടാക്കി എന്നിട്ട് കൊടുത്തില്ല. ഇപ്പൊ തെരഞ്ഞെടുപ്പിന്റെ പടിവാക്കിലേക്ക് വന്നപ്പോഴത്തേക്കാണ് അവർക്ക് 3% DA വർദ്ധിപ്പിച്ചു കൊടുത്തത്. എന്തുകൊണ്ടാണ്? തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പിൽ ഉദ്യോഗസ്ഥന്മാരുടെ കൂടെ തിരിച്ചടി ഉണ്ടായി എന്ന് കണക്കൂട്ടിക്കൊണ്ടാണ്. പിന്നെ താങ്കൾ പറഞ്ഞത് ശരിയാണ്, രാഷ്ട്രീയ പാർട്ടികളൊക്കെ അങ്ങനെ ചെയ്യും. പക്ഷേ സമസ്ത പോലെ സംഘടന ഇങ്ങനെ ഒരു ആവശ്യം ഉന്നയിക്കുകയും ചർച്ചയാക്കുകയും ചെയ്യുമ്പോൾ ആത്യന്തികമായി ഇതിന്റെ ഗുണം ആർക്കാണ്? അത് മുസ്ലിം സമുദായത്തിലാണോ, അതോ ഭൂരിപക്ഷ വർഗീയത ഉയർത്തിക്കൊണ്ട് അതിന്റെ ആശയങ്ങളെ പേറുന്ന ആളുകൾക്കാണോ അതിന്റെ ഇത് സമൂഹത്തിൽ ചർച്ചയാക്കുകയും അത്തരമൊരു ഗുണമുണ്ടാകുകയും ഒക്കെ ചെയ്യുന്നത്? ഇത് സമൂഹത്തിൽ ചർച്ച ചെയ്യുമ്പോഴത്തേക്ക് അവർ ആവശ്യപ്പെട്ടിരിക്കുന്നത് ഇപ്പൊ മുസ്ലിങ്ങൾക്ക്
പെരുന്നാൾ ദിനങ്ങൾ വരുമ്പോഴത്തേക്ക് അവർക്ക് അവധി വേണം. 3 ദിവസത്തെ അവധി വേണമെന്നാണ് പറയുന്നത്. ഇപ്പൊ ഏത് ഗവൺമെന്റ് ആണെങ്കിലും 3 ദിവസത്തെ അവധി കൊടുക്കുകയില്ല. അപ്പൊ അതിനകത്ത് ഒരു ചർച്ചയൊക്കെ നടത്തി 1 ദിവസം എന്നുള്ളതിൽ ഇപ്പൊ 2 ദിവസമാക്കി അത് മാറ്റും. കാരണം എന്ന് പറഞ്ഞാല് ഇപ്പം 30 എന്റെ ചോദ്യം അതൊന്നുമല്ല. ഈ ആവശ്യങ്ങളെ ന്യായാന്യായങ്ങളിലേക്ക് ഒന്നുമല്ല. അതിനകത്ത് ന്യായമായ ആവശ്യങ്ങളും അല്ലാത്ത ആവശ്യങ്ങളും ഒക്കെ ഉണ്ട്. അത് ഞാൻ നേരത്തെ തന്നെ വ്യക്തമാക്കി. നമുക്ക് അതിന്റെ വിശദാംശങ്ങൾ അവിടെ നിൽക്കട്ടെ. ഈ സമയത്ത് ഇങ്ങനെ ഒരു വിഷയം ചർച്ചയാക്കി ഈ പ്രതിപക്ഷ നേതാവിനെ മുഖ്യമന്ത്രി എത്തി ചർച്ചയാക്കുമ്പോൾ സ്വാഭാവികമായും ഈ വിഷയം ചർച്ചയാകുമ്പോൾ അതിന്റെ ആത്യന്തികമായ ഗുണം കിട്ടാൻ പോകുന്ന ആർക്കാണ്? ആത്യന്തികമായ ഗുണം കിട്ടാൻ പോകുന്ന ആർക്കാണെന്ന് വെച്ചാൽ അത് അംഗീകരിച്ച് മുന്നോട്ട് പോകുന്ന ഏത് രാഷ്ട്രീയ പാർട്ടിയാണ് ആ രാഷ്ട്രീയ പാർട്ടി. അങ്ങനെയാണോ ഭൂരിപക്ഷ വർഗീയതയും ന്യൂനപക്ഷ വർഗീയതയും എല്ലാ കാലത്തും അത്തരം വർഗീയ സംഘടനകൾ വളരുന്നത്? അവർക്ക് വളരാനുള്ള വളം ഇട്ടുകൊടുക്കാതിരിക്കുക എന്നുള്ളത് സമുദായ സംഘടനകളുടെ ഉത്തരവാദിത്തമല്ലേ? എന്റെ സാറേ, ഇവിടെ ഏറ്റവും കൂടുതൽ വർഗീയ പ്രശ്നങ്ങൾ നടത്തുന്നത് ആരാണ്? ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടെ. ഈ വെള്ളാപ്പള്ളി നടേശൻ ഇവിടുത്തെ മുസ്ലിങ്ങൾ സമസ്തയുടെ പേരും പറഞ്ഞു. ഞാൻ അത് തന്നെയാണ് പറയുന്നത്. അവർക്കെല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള വളം ഇട്ടുകൊടുക്കുന്ന അവസ്ഥയിലേക്ക് എത്താതിരിക്കാൻ ഉള്ള ജാഗ്രത പുലർത്തേണ്ടേ എന്നുള്ള ചോദ്യം തന്നെയാണ് ഉന്നയിക്കുന്നത്. അത് തന്നെയാണ് ഞാൻ ചോദിച്ചത്. അല്ല, അത് തീർച്ചയായിട്ടും അങ്ങനെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ വ്യക്തിപരമായിട്ട് ഇപ്പോ ആരെങ്കിലും ഒരു അവകാശവാദങ്ങൾ ഉന്നയിക്കുകയാണെന്നുണ്ടെങ്കിൽ ശ്രീ കെ ജി കുമാറാണ് കൊട്ടാരക്കരയിൽ നിന്ന്. ശ്രീ കെ ജി കുമാർ, താങ്കൾ എങ്ങനെയാണ് ഈ വിഷയത്തെ കാണുന്നത്? ഈ വിഷയത്തെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ആദ്യം മലപ്പുറം ജില്ല വിഭജിക്കണം എന്നുള്ള ആവശ്യം പറഞ്ഞപ്പോൾ തന്നെ ഒരുപാട് ആൾക്കാർ അന്ന് ഫോൺ ഇന്നലെ ഞാൻ തോന്നുന്നു വിളിച്ച ആൾക്കാർ അതിന് എതിര് പറഞ്ഞതിന്റെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓരോന്നോരോന്നായിട്ട് ഒന്നിനു പുറമെ ഓരോ ആവശ്യങ്ങൾ ഇവരിങ്ങനെ ഉന്നയിക്കും എന്നുള്ളത് കൊണ്ട് തന്നെയാണ്. കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു ഈ മുന്നിൽ സമസ്തയാണെങ്കിലും പിന്നിൽ ലീഗായിരിക്കും എന്നാണ് തോന്നുന്നത്. കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ ഇവരുടെ മനസ്സിരിപ്പ് ഓരോന്നോരോന്നായിട്ട് ഇങ്ങനെ പുറത്തു വരുന്നതുകൊണ്ട് ഒരു കാര്യം ഉണ്ട്, മറ്റ് ആൾക്കാർക്ക് ഇതിപ്പോ മറ്റാൾക്കാർ ഇതനുസരിച്ചായിരിക്കും ഇനി വോട്ട് ചെയ്യാൻ പോകുന്നത്. അതുകൊണ്ടാണ് മുഖ്യമന്ത്രിയും പ്രതിപക്ഷ നേതാവും എങ്ങും തൊടാതെ ഒന്നും മിണ്ടാതെ നിൽക്കുന്നത്. കാര്യം അവർക്ക് രണ്ടുപേർക്ക് എന്ത് ചെയ്യണമെന്ന് യാതൊരു പിടുത്തവും ഇല്ല. കാര്യം ഇവര് ഇങ്ങനെ ഓരോ ആവശ്യങ്ങൾ ഇങ്ങനെ ഉന്നയിച്ച് അവസാനം മുസ്ലിം എംപ്ലോയീസിന് മാത്രം, ഗവൺമെന്റ് എംപ്ലോയീസിന് മാത്രം വെള്ളിയാഴ്ച അവധിയാക്കണം എന്നുള്ള ആവശ്യം ഇങ്ങനെ ഘട്ടം ഘട്ടമായിട്ട് ഓരോ ആവശ്യങ്ങൾ ഇങ്ങനെ ഉന്നയിച്ചു കഴിഞ്ഞാൽ അവസാനം ഇത് എവിടെ ചെന്ന് നിൽക്കും? ഇവർക്ക് ചിന്തിച്ചുകൂടാ ഇത്. കാര്യം ലോകത്ത് ഏറ്റവും സ്വാതന്ത്ര്യമായിട്ട് മുസ്ലിങ്ങൾ ജീവിക്കുന്ന ഒരു രാജ്യം എന്ന് പറയുന്നത് ഇന്ത്യയാണ്. അത് മുസ്ലിങ്ങൾ തന്നെ ഒരുപാട് ആൾക്കാർക്ക് അറിയാം. അവരും പലരും പറഞ്ഞിട്ടുണ്ട്. അല്ല ഒരു പ്രശ്നവും ഇല്ലാതെ, അതായത് ഏറ്റവും സ്വാതന്ത്ര്യമായിട്ട്. കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സൗദി അറേബ്യയില് ഈ ഷിയാക്കൾക്ക് പൊതുസ്ഥലത്ത് പള്ളി പണിയാൻ പറ്റത്തില്ല. അറിയാമോ? ഞാൻ 22 വർഷം സൗദി അറേബ്യയിൽ തന്നെയാണ്. പൊതുസ്ഥലത്ത് പറ്റില്ല. വേണമെന്നുണ്ടെങ്കിൽ അവരവരുടെ സ്ഥലത്ത് പണിഞ്ഞു. താങ്കൾ എടുത്തു പറഞ്ഞാൽ ഞാനത് പറയാനുള്ള കാരണം, ഇന്ത്യയിൽ മുസ്ലിമിനോ ക്രിസ്ത്യാനിക്കോ ഹിന്ദുവിനോ അങ്ങനെ ഏതെങ്കിലും ഒരാൾക്ക് സവിശേഷമായ ഒരു അധികാരമൊന്നുമില്ല. എല്ലാവർക്കിടേക്കും തുല്യമായ അവകാശമാണ് ഈ രാജ്യത്തുള്ളത്. ആ അവകാശം അതുകൊണ്ട് മുസ്ലിം ഇവിടെ സമാധാനമായി കഴിയുന്നത് ഇവിടുത്തെ മറ്റു മതക്കാരുടെ ഏതെങ്കിലും ഒരു ഔദാര്യം കൊണ്ടല്ല എന്നത് ചൂണ്ടിക്കാണിക്കാനാണ് അത് പറഞ്ഞത്. അല്ല, അതായത് ഞാൻ പറഞ്ഞത് സൗദി അറേബ്യ ഇന്ത്യയിൽ കഴിയുന്ന മുസ്ലിം എന്തിന് താരതമ്യപ്പെടുത്തണം? ഈ ഇന്ത്യയിൽ കഴിയുന്ന മുസ്ലിമിന്റെ മാതൃരാജ്യം ഇന്ത്യയാണ്. അവർ മറ്റേതെങ്കിലും മുസ്ലിം രാജ്യത്ത് എന്തെല്ലാം നടക്കുന്നു? അവിടെ ജനാധിപത്യം ഉണ്ടോ? ഇല്ലല്ലോ. ആ രാജ്യത്തെ ഈ ഇന്ത്യയുമായി കമ്പയർ ചെയ്യേണ്ട കാര്യമില്ലല്ലോ. അല്ല, മാതൃരാജ്യം ഇന്ത്യയാണ്. പക്ഷെ ഇവരിൽ നല്ല ഒരു ശതമാനം ആൾക്കാരുടെയും ഓരോ സംസാരവും പ്രവർത്തനവും നമുക്ക് കാണുമ്പോൾ സാമാന്യ ജനങ്ങൾക്ക് രാഷ്ട്രീയത്തിന് അതീതമായിട്ട് ഞാൻ പറയാം, സാമാന്യ ജനങ്ങളുടെയും പലരുടെ അഭിപ്രായം അങ്ങനെയല്ല. കാര്യം എന്താണെന്ന് അങ്ങനെ വേറെ മറിച്ച അഭിപ്രായമൊന്നുമില്ല ശ്രീ കെ ജി കുമാർ. അത് ഹിന്ദുത്വ വർഗീയത പേറുന്ന മനുഷ്യർക്ക് മാത്രമേ ഉള്ളൂ അത്തരം അഭിപ്രായമുള്ളൂ. അത് മുസ്ലിം വർഗീയത ആയാലും ഹിന്ദുത്വ വർഗീയത ആയാലും രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും പുറഞ്ചൊറിഞ്ഞ് തന്നെ നിൽക്കും എല്ലാ കാലത്തും. അല്ല കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അവര് ഗാസയിൽ ആൾക്കാർ മരിക്കുമ്പോ അവർക്ക് പൊള്ളും, പക്ഷെ ഈ പകൽഗാമിൽ മരിക്കുമ്പോ അവർക്ക് പൊള്ളത്തില്ല. അതിപ്പോ ഗാസയിൽ മരിക്കുമ്പോൾ പൊള്ളണം. മനുഷ്യരായ മനുഷ്യർക്ക് എല്ലാവർക്കും ഗാസയിൽ കുഞ്ഞുങ്ങൾക്ക് മേൽ അഗ്നി വർഷിക്കുമ്പോൾ പൊള്ളും. അത് മനുഷ്യത്വമുള്ള മനുഷ്യർക്ക് എല്ലാം പൊള്ളുന്നതാണ്. അതിന് യാതൊരു സംശയമില്ല. അതിനെതിരെ ആ പകൽഗാമിൽ നടന്നതിനെ കുറിച്ച് ഇത്രയും വലിയ മനസ്സുള്ള നേതാക്കന്മാർ ഇഷ്ടം പോലെ ഉണ്ടല്ലോ. ഏതെങ്കിലും സംഭവത്തിലും എല്ലാവരും അപലപിച്ചിട്ടുണ്ട്, ആരും അപലപിക്കാതിരുന്നില്ല. പഹൽഗാമിൽ മരണമടഞ്ഞതിന്റെ എത്രയോ ഇരട്ടി ആളുകൾ ഗസയിൽ മരിക്കുമ്പോൾ ഗസയിലെ വിഷയം വലുതായി ചർച്ച ചെയ്തു, അത്രയേ ഉള്ളൂ. അല്ലാതെ അതുകൊണ്ട് പഹൽഗാം ആരെങ്കിലും പഹൽഗാമിൽ നടന്ന സംഭവത്തെ അത് അതിനെതിരെ ഒരു ജാഥയോ ഒന്നും നടത്തി നമ്മളാരും കണ്ടില്ല. താങ്കൾ കാണാത്തത് എന്റെ കുറ്റമല്ല ശ്രീ കെ ജി കുമാർ. ഗസയിൽ നടന്ന എത്രയോ ആയിരങ്ങൾ പതിനായിരങ്ങൾ കൊല്ലപ്പെടുന്ന വർഷങ്ങളോളം നീണ്ടു നിൽക്കുന്ന ഒരു വിഷയത്തിലെടുക്കുന്ന സമരവും ഒരു ഘട്ടത്തിലുണ്ടായത് കമ്പയർ ചെയ്യുന്നത്
അതിനെ ന്യായീകരിക്കുന്നില്ല, ആരും അതിനെ ന്യായീകരിക്കുന്നില്ല. ഇവരുടെ ഏറ്റവും വലിയ ഒരു പ്രശ്നം മറ്റാൾക്കാർക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മറ്റാൾക്കാർക്ക് ഈ പിന്നെ പ്രതികരിക്കുന്നത് ഇതുകൊണ്ടാണ്. അത് രാഷ്ട്രീയം പറയും, എന്തെങ്കിലും പറഞ്ഞാൽ പറയും സംഘപരിവാറിന്റെ ആളാ എന്ന് പറയും. അങ്ങനല്ല, എല്ലാ പാർട്ടിക്കാരും പറയുന്നുണ്ട്. നമ്മൾ പലരുടെ അഭിപ്രായം നമ്മൾ കേൾക്കുന്നുണ്ടാണ് ഞാൻ പറഞ്ഞത്. അപ്പൊ അത് അവര് തന്നെ ചിന്തിക്കണം. കാര്യം ആവശ്യമില്ലാതെ. ശ്രീദാസൻ, താങ്കൾ എങ്ങനെയാണ് സമസ്തയുടെ ഇപ്പോഴത്തെ ഈ വിലപേശൽ തന്ത്രമായിട്ടാണോ ഇതിനെ കാണുന്നത് ആവശ്യങ്ങളെ? തോക്ക് ഗൺ പോയിന്റ് കത്തിക്കാണ് രണ്ടു കൂട്ടിയും. പക്ഷെ ഞാൻ പറയുന്നത് കിരൺ ബാബു, ഇത് ഇന്നും ഇന്നലെയുള്ളതല്ല. ഓണത്തിനും 10 ദിവസവും ക്രിസ്മസിനും 10 ദിവസം ഞങ്ങൾക്കുണ്ടാ 2 ദിവസം എന്ന് പറഞ്ഞാൽ മുദ്രാവാക്യം തുടങ്ങിയിട്ട് വർഷം കുറയായി. അപ്പോ എനിക്ക് പറയാനുള്ളത് മക്കളൊക്കെ ഇത് ഇവർക്ക് അനുവദിച്ച് കൊടുക്കണം. ഒരു 5 ദിവസം അവർക്ക് കൊടുക്കട്ടെ, 3 ദിവസം പോരാ, ഒരു 5 ദിവസം അവർക്ക് കൊടുക്കട്ടെ. പക്ഷേ മദ്രസ സമയം മാറ്റാൻ പാടില്ല. കാരണം സ്കൂളിൽ എല്ലാ വിദ്യാലയത്തിലും പഠിക്കാം, മുസ്ലിമോ ഹിന്ദുവോ ക്രിസ്ത്യാനോ കളിക്കില്ല. പിന്നെ വേറെ കാര്യം, ഇന്ത്യ രാജ്യത്ത് ഒരു RSS BJPന്റെ ഒരു മതരാഷ്ട്രവാദോ ഒരു മുസ്ലിമിന്റെ മതരാഷ്ട്രവാദോ ഇന്ത്യ ലോക അവസാനമേ നടക്കൂല. ഇന്ത്യയിലെ ജനങ്ങൾ സമ്മതിക്കൂല. ഇവരെ 2 കോടിയും പുരുത്തി കെട്ടുന്ന നാട്ടുകാർ അതെപ്പോ മനസ്സിലാക്കൂല. അതുകൊണ്ട് ഈ മത ചിന്തയും കൊണ്ട് ഒരുത്തനും, ഒരു ഹിന്ദു മതവർഗീയവാദിയും ഒരു മുസ്ലിം മതവർഗീയവാദിയും ഇന്ത്യ ലോകത്തിലെ ഏക മതേതര രാജ്യം, അത് ലോക അവസാനം വരെ തുടരും ബാബു, സംശയം വേണ്ട. ശരി, താങ്കളുടെ അഭിപ്രായം അങ്ങനെയാണ്. ശ്രീ സുധീറാണ് ഇടുക്കിയിൽ നിന്നും. ശ്രീ സുധീർ, താങ്കൾ എങ്ങനെയാണ് ഇപ്പോഴത്തെ സമസ്തയുടെ ആവശ്യങ്ങളെ കാണുന്നത്? സുധീറിൻ്റെ ടെലിഫോൺ ബന്ധത്തിൽ ചില തടസ്സമുണ്ടോ എന്ന് തോന്നുന്നു. ശ്രീ ശിവദാസനാണ് ബാലരാമപുരത്ത്. ശ്രീ ശിവദാസൻ, ഇപ്പോൾ ഇരു മുന്നണികൾക്ക് മുന്നിൽ ഒരു വിലപേശൽ തന്ത്രമല്ലേ യഥാർത്ഥത്തിൽ സമസ്ത പ്രയോഗിക്കുന്നത്? നമസ്കാരം ബാബു. നമസ്കാരം. ബഹുമാനപ്പെട്ട സമസ്ത പറഞ്ഞ കാര്യങ്ങൾ ന്യായമായിരിക്കാം, അവരവകാശമാണ് പറയുന്നത്. കാരണം രാഷ്ട്രീയ പരസ്യമായ നിലപാട് സ്വീകരിക്കാത്ത സമസ്ത രാഷ്ട്രീയമായി സ്വീകരിക്കുന്നുണ്ട്, SNDP സ്വീകരിക്കുന്നുണ്ട്, NSS മാത്രം വിട്ടു നിൽക്കുന്നു. ഒരു ദൂരമാണ്. ഏത് പാർട്ടിക്ക് നിൽക്കുന്ന കാര്യം, ഏത് സപ്പോർട്ട് ചെയ്ത് നമുക്കറിയാം. സമസ്ത ഇപ്പൊ ആര് കൂടെയാണെന്നും എങ്ങനെ നമുക്കറിയാം. പക്ഷേ ഇവിടെ നൊയമ്പ് വരുമ്പോൾ, റംസാൻ വലിയ പെരുന്നാളും ചെറിയ പെരുന്നാളും വരുമ്പോൾ വ്യത്യാസങ്ങൾ മാറി വരും. ആ സമയത്ത് ചിലപ്പോൾ ആ ഡേറ്റ് വരില്ല, പിറ്റേ ദിവസം ആ ഡേറ്റ് മാറ്റി വരാറുണ്ട്. ഇന്ത്യ മഹാരാഷ്ട്രത്ത് പണ്ടുള്ള രാഷ്ട്രീയ പാർട്ടികൾ, ജനാധിപത്യ രീതിയിൽ കേരളം ഭരിച്ച രാഷ്ട്രീയ പാർട്ടികൾ, ഇന്ത്യ ഭരിച്ച രാഷ്ട്രീയ പാർട്ടികൾ, പ്രവാചകന്മാരും, അതായത് കോൺഗ്രസിന്റെ BJP ഹിന്ദുവിന്റെയും ക്രിസ്ത്യാനിയുടെയും മുസ്ലിംമാന്റെയും പ്രവാചകന്മാരും നല്ല വ്യക്തികൾ ആലോചിച്ച തീരുമാനം ഓരോ അവധികളുണ്ട്. ആ അവധി നമ്മുടെ നാട്ടിന്റെ സമാധാനത്തിനും ഐശ്വര്യത്തിനും വേണ്ടി പുണ്യമായ റംസാനായാലും ഓണമായാലും ക്രിസ്മസ് ആയാലും ഐശ്വര്യമായി പിടിച്ച് അടിച്ച് വാങ്ങാതെ സന്തോഷമായ രീതിയിൽ ഒരു മക്കളെ പോലെ അതിനെ കേട്ടു വാങ്ങി പോകുന്നതാണ് എന്റെ ഒരു ആഗ്രഹം. അത് ആരെ കുറ്റം ഒരു കാര്യമില്ല. അവര് രാഷ്ട്രീയം നോക്കി പറഞ്ഞതല്ല. അവിടെ ഇരുന്ന് പണ്ഡിതന്മാരെല്ലാം വിവരമുള്ളവരാണ്, നല്ല ബുദ്ധിയുള്ളവരാണ്. അതുകൊണ്ടാണ് കേരളത്തില് ഇന്ന് ഇത്രയും രീതിയിൽ സഹകരിച്ചു പോകുന്നത്. മറ്റുള്ള ഇന്ത്യയുടെ മറ്റ് സ്റ്റേറ്റിനേക്കാളും ഈ മുസ്ലിം സമുദായത്തിൽ നല്ല ആൾക്കാർ നേതൃത്വം കൊടുക്കുന്നുണ്ടാണ് ഇന്ന് കേരളം ഒന്നുമില്ലാതെ പോകുന്നത്. അതേസമയം വേറെ രീതിയാണ് അവർ ചിന്തിച്ചിരുന്നതെങ്കിൽ ആ രീതിയിൽ പോകും. പക്ഷേ എല്ലാ മറ്റ് സ്റ്റേറ്റിൽ നോക്കുമ്പോൾ ഇവിടെ ഒരുപാട് കാര്യങ്ങൾ കുറവാണ്. മുസ്ലിം സമുദായം ഒരുപാട് കുറവാണ്. മുസ്ലിം സമുദായവും ക്രിസ്ത്യൻ സമുദായവും ഹിന്ദു സമുദായം നമ്മളെല്ലാം ഒരേ മക്കളാണ്, നമ്മളെല്ലാം ഒരേ ബ്ലഡ്. നമുക്ക് ഷാജിയാണ് പത്തനംതിട്ടയിൽ നിന്നും. ഷാജി, താങ്കളിലേക്ക് വരാം. വേഗത്തിൽ ചില കമന്റുകൾ, യൂട്യൂബ് കമന്റുകൾ കൂടി വായിക്കേണ്ടതുണ്ട്. ഷിജു കിരിയത്ത്, കോൺട്രിബ്യൂഷൻസ് ഗിവൺ ബൈ സമസ്ത ആൻഡ് പാണക്കാട് ഡ്യൂറിംഗ് അയോധ്യ ഇൻസിഡൻറ്റ് ഷുഡ് നോട്ട് ബി നെഗ്ലക്റ്റഡ് എന്ന് പറയുന്നു. പ്രധാനപ്പെട്ട ഒരു വിഷയം തന്നെയാണ് ചൂണ്ടിക്കാണിക്കുന്നത്. അടുത്തത് മറ്റു ചില കമൻറ്റുകൾ കൂടിയുണ്ട്. നമസ്കാരം ജയകുമാർ എന്ന് പറയുന്നു. റംസാൻ മാസിൽ 30 ദിവസം ഉച്ചവരെ സ്കൂളുകൾ പാടുള്ളൂ എന്ന് മോഹൻ പറയുന്നു. ശിവരാത്രി ഉറക്കം ഒഴിവാക്കി വ്രതം നോക്കുന്ന ആളുകൾക്ക് പിറ്റേന്ന് ജോലിക്ക് പോകാൻ ബുദ്ധിമുട്ടാണ്, അതുകൊണ്ട് ശിവരാത്രി പിറ്റേന്ന് കൂടി അവധി കൊടുക്കണമെന്ന് ശക്തിമാൻ പറയുന്നു. നമസ്കാരം ശശിധരൻ, ദീപാവലിക്ക് 2 ദിവസം അവധി വേണം, കൂടുതൽ പടക്കം പൊട്ടിക്കാനുണ്ട് എന്ന് പറയുന്നു. എന്തായാലും അങ്ങനെ കുറേ അവധിയുടെ കാര്യങ്ങളൊക്കെ ഇങ്ങനെ ആറ്റുകാൽ ഉത്സവത്തിന് 10 ദിവസം അവധി വേണമെന്ന് പറയുന്നു. ഒരു ജനാധിപത്യ രാജ്യത്ത് ജനപ്രതിനിധികൾ ഉൾപ്പെടുന്ന സമയത്ത് ജനങ്ങൾ ആവശ്യങ്ങൾ ഉന്നയിക്കും. ആവശ്യം ജനുവിനാണെങ്കിൽ നടത്തിക്കൊടുക്കാൻ നടപടി സ്വീകരിക്കുക, അല്ലെങ്കിൽ ഉപേക്ഷിക്കുക എന്ന് പറയുന്നു. സ്വർണ്ണലതയാണ് ഇത് ചൂണ്ടിക്കാണിക്കുന്നത്. ഒരു ജില്ല വിഭജിക്കണമോ വേണ്ടയോ എന്ന് തീരുമാനിക്കേണ്ടത് ഒരു മതസംഘടനയാണോ, മലപ്പുറം അവരുടെ കുത്തകയാണോ എന്ന് ഗ്ലാഡിയേറ്റർ ചോദിക്കുന്നു. അതേ ചോദ്യം തന്നെയാണ് അദ്ദേഹം പിന്നീടും ആവർത്തിച്ചേക്കുന്നത്. ഇത് സമ്മർദ്ദതന്ത്രം തന്നെയാണ്, പ്രബുദ്ധ കേരളത്തിന് അംഗീകരിക്കാൻ പ്രയാസമായിരിക്കുമെന്ന് നന്ദകുമാർ പി ചൂണ്ടിക്കാണിക്കുന്നു. എന്തായാലും നമുക്ക് മറ്റ് ചില ശ്രീ അനസിൽ ഷാജിയാണ് പത്തനംതിട്ട. ശ്രീ ഷാജി, താങ്കൾക്ക് പറയാം. നമസ്കാരം സാറേ. നമസ്കാരം. തെരഞ്ഞെടുപ്പ് വരുമ്പോൾ നിലവാരം കൂടിയും കുറഞ്ഞുമായിട്ടുള്ള ഒരുപാട് സംഭവങ്ങൾ ഇതുപോലെ പുറത്തു വരും.
എല്ലാം ഇപ്പൊ നമ്മളിപ്പോ അംഗീകരിച്ചു കൊടുക്കാനൊന്നും ഒരു സർക്കാരിനും പറ്റത്തില്ല. പക്ഷെ അവര് പറഞ്ഞതിനകത്ത് ഒരു കാര്യം ഞാൻ വേണമെങ്കിൽ യോജിക്കാം. സ്കൂളിലെ സമയം മാറ്റം. ഗൾഫിലൊക്കെ ആണെങ്കിൽ 7 മണിക്ക് സ്കൂൾ തുറന്നാല് 11:30 12 മണിയാകുമ്പോഴത്തേക്ക് അടയ്ക്കും. പിന്നെ പിള്ളേർക്ക് പഠിക്കാനുള്ള സമയങ്ങളുണ്ട്, ട്യൂഷനുണ്ട്. പക്ഷെ ഇവിടെ അങ്ങനെയില്ല. ഇവിടെ രാവിലെ 10 മണിക്ക് തുടങ്ങി പിന്നെ വൈകിട്ട് 4 മണിയാവും. സ്കൂളിൽ കഴിഞ്ഞിട്ട് ട്യൂഷൻ ഉണ്ട്. ട്യൂഷൻ കഴിഞ്ഞ് വീട്ടിൽ ചെല്ലുമ്പോഴത്തേക്ക്. പക്ഷെ ആ കാര്യത്തിൽ ഞാൻ ഇപ്പം യോജിക്കുന്നുണ്ട്. അങ്ങനെയുള്ള കാര്യങ്ങൾ ഇപ്പൊ എല്ലാം ഇപ്പൊ അംഗീകരിച്ചു കൊടുക്കാനൊന്നും പറ്റുന്നില്ല. അത് ആരൊക്കെ വന്നാലും പറഞ്ഞില്ല. ഒരുപാട് സംഘടനകൾക്ക് ഒരുപാട് പരാതികളുണ്ട്. പ്രത്യേകിച്ച് തെരഞ്ഞെടുപ്പ് കൂടി കഴിയുമ്പോൾ പറയാൻ വേണ്ട. പക്ഷെ ഇതിപ്പം കോൺഗ്രസിനും ബാധിക്കുന്ന വിഷയങ്ങളാണ്, നമ്മുടെ ഇപ്പോഴത്തെ സർക്കാരിനും ബാധിക്കുന്ന വിഷയമാണ്. ഇപ്പൊ ഇതിപ്പം BJP-യെ ലക്ഷ്യമാക്കിക്കൊണ്ടായിരിക്കാം ഒരുപക്ഷെ സംസാരിച്ച് അവർ ചിലപ്പോൾ സഹായിക്കുമെന്നുള്ള ഒരു ഉത്തരവ് കെട്ടിക്കഴിഞ്ഞാൽ ഒരുപക്ഷെ അങ്ങോട്ടും ചായ്ക്കാൻ സാധ്യതയൊക്കെ ഉണ്ട്. അതിന് ആരും സംശയിക്കേണ്ട കാര്യമൊന്നുമില്ല. പക്ഷെ അവർക്കും മറ്റേ 2 പാർട്ടിക്കാർക്ക് ഇപ്പോൾ ഒന്നും മിണ്ടാൻ പറ്റാത്ത എന്താണെന്ന് ചോദിച്ചാൽ ഇത് എവിടെ വരെ പോകും എന്നുള്ളത് കാണാൻ വേണ്ടിയിട്ടാണ് മിണ്ടായിരിക്കുന്നത്. ശരി, താങ്കളുടെ അഭിപ്രായം വ്യക്തമാണ്. ശ്രീ അനസാണ് മലപ്പുറത്ത് നിന്നാണ്. ശ്രീ അനസ്, താങ്കൾ എങ്ങനെയാണ് ഈ സമസ്തയുടെ ആവശ്യങ്ങളെ കാണുന്നത്? ഈ തെരഞ്ഞെടുപ്പ് സമയത്തുള്ള ഒരു സമ്മർദ്ദ തന്ത്രമായിട്ടാണോ? ഒരിക്കലുമല്ല. അത് ഒരു മത സംഘടനകൾക്ക് ചോദിച്ചു വാങ്ങാനുള്ള ഒരു അവകാശത്തെ ചോദിച്ചു വാങ്ങി എന്നതുള്ളൂ. അതൊരു തെറ്റായിട്ട് കാണുന്നില്ല. ഒരു വോട്ടർക്ക് ഒരു സർക്കാർ അല്ലെങ്കിൽ ഒരു അവസരം, ഒരു വേദി കിട്ടിയാൽ അവിടെ തുറന്നു പറഞ്ഞാൽ മറ്റു തരത്തിൽ അത് ചിന്തിക്കേണ്ട ആവശ്യകതയില്ല. ഒരു കാലങ്ങളായിട്ട് മലപ്പുറത്തെ ശ്രീ അനസ്, ഒരു സംശയം ചോദിച്ചോട്ടെ. ഈ ആവശ്യങ്ങളൊന്നും ഇപ്പോൾ പൊടുന്നനെ ഉണ്ടായതല്ല. കഴിഞ്ഞ വർഷവും അടക്കം സംസ്ഥയുടെ സമ്മേളനങ്ങളിലൊക്കെ ഈ പറയുന്ന പ്രധാനപ്പെട്ട നേതാക്കളൊക്കെ മുൻ വർഷങ്ങളിലും ഒക്കെ പങ്കെടുക്കുന്നതാണ്. ഈ തെരഞ്ഞെടുപ്പ് നടക്കുന്നതിന് തൊട്ടു മുമ്പ് ഈ ആവശ്യങ്ങൾ മുന്നോട്ട് വെച്ച് അത് ചർച്ചയാക്കി പോകുന്നത് വഴി ആത്യന്തികമായി ഇത് ആർക്കാണ് ഗുണപ്പെടുക? അത് ഒരിക്കലും ആ ഒരു തരത്തിൽ ചിന്തിക്കേണ്ടത്. ആ ഒരു തരത്തിൽ ചിന്തിക്കരുത് പറഞ്ഞാൽ അങ്ങനെ ചിന്തിച്ച് കാര്യങ്ങൾ എടുത്തല്ലേ പലപ്പോഴും വർഗീയ ശക്തികൾ എപ്പോഴും ആയുധങ്ങൾ കണ്ടെടുക്കുന്നത്? അങ്ങനെയല്ലേ? തെരഞ്ഞെടുപ്പിന് മുമ്പ് എത്രയോ കാലം ഉണ്ടായിരുന്നു. അന്നൊന്നും ഈ ആവശ്യങ്ങൾ അന്നുമല്ല ഈ ആവശ്യം ഇല്ലാത്തല്ലോ. അപ്പോഴൊന്നും ഈ ആവശ്യം സജീവ ചർച്ചയാക്കുന്നില്ല. തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ട് തൊട്ട് മുന്നേ വന്ന് ഞങ്ങൾ ഇങ്ങനെ ഒരു ആവശ്യം സമസ്ത ഉന്നയിക്കുമ്പോൾ അത് അംഗീകരിക്കാൻ മുന്നണികൾ സ്വാഭാവികമായും, കേരളത്തിലെ മുന്നണികൾ അങ്ങനെ ഏതെങ്കിലും ഒരു സമസ്തയിൽ ഏത് മുന്നണി ഉന്നയിച്ചാലും ഒരു സമുദായ സംഘടന ഉന്നയിച്ചാലും അവർക്കെതിരെ അങ്ങനെ നേരിട്ട് പോരാടാനുള്ള കരുത്തൊന്നും ഇപ്പോൾ അങ്ങനെ പ്രകടിപ്പിക്കാറില്ല. അപ്പോൾ അവരെ സമ്മർദ്ദത്തിലാക്കി ഞങ്ങളുടെ കാര്യം നേടാം, അതുകൊണ്ട് ഭാവിയിൽ മറ്റെന്തെങ്കിലും കുഴപ്പമുണ്ടായാലും കുഴപ്പമില്ല എന്ന് ചിന്തിക്കുന്നതുകൊണ്ടല്ലേ? ഒരിക്കലുമല്ല. നമ്മൾ അതിന്റെ ചിന്തിക്കുന്ന ഒരു വിഷയമാണ്. കാരണം എന്താ പറഞ്ഞാല് ഒരു മുസ്ലിം സംഘടനകൾക്ക് ചോദിച്ച് വാങ്ങാവുന്ന ഒരു അവകാശങ്ങളാണ്. നമ്മൾ കാലങ്ങളായിട്ട് ഇത് സംസാരിച്ചുകൊണ്ട് വിഷയങ്ങളാണ് സംസാരിച്ചത്. അതായത് ഒരു മുസ്ലിം ഒരു സംഘടനകൾക്ക് അവരുടെ പ്രശ്നങ്ങളും പറയേണ്ട ഒരു വേദി എന്നല്ല, പറയുന്നത് എന്താണെന്നാണ് ചോദിച്ചത്. ഇതേ ഇവർക്ക് ഈ മുൻ വർഷങ്ങളിലൊന്നുമില്ലാതെ ഇപ്പോൾ തെരഞ്ഞെടുപ്പിന്റെ തൊട്ട് തലേന്ന് ഇങ്ങനെ ചർച്ചയാക്കുന്നതിന് പിന്നിലെ എന്താണ് അതിന്റെ പിന്നിലെ താല്പര്യമെന്ന് എല്ലാവർക്കും വ്യക്തമല്ലേ? ഒരിക്കലുമല്ല. അത് നമ്മളെ ചിന്താഗതിയുടെ വിഷയമാണ്. ഒരു മുസ്ലിം സംഘടന ചോദിച്ചു എന്നുള്ളൂ. പിന്നെ ആ തലത്തിൽ എന്ത് ചർച്ച ചെയ്യുന്നു എന്നുള്ളത് മാധ്യമങ്ങളാണ്. അത്രേ ഉള്ളൂ. മാധ്യമങ്ങൾ ചർച്ച ചെയ്യും, സ്വാഭാവികമായിട്ട് ചർച്ച ചെയ്യും. കേരളത്തിലെ ഇപ്പോഴത്തെ അവധിയുടെ സിസ്റ്റത്തിന് കൂടുതൽ 6 അവധി കൂടി കൂട്ടിച്ചേർക്കുക എന്നൊക്കെ പറഞ്ഞാൽ കേരളത്തിലെ വിദ്യാഭ്യാസ മേഖലയും കേരളത്തിലെ സർക്കാർ ഉദ്യോഗസ്ഥരുടെ മേഖലയും ഒക്കെ എങ്ങനെ ജോലി ചെയ്യുമെന്നുള്ളത് ഊഹിക്കാവുന്ന കാര്യം മാത്രമേ ഉള്ളൂ. ഒരിക്കലല്ല. അത് അവരുടെ പ്രശ്നങ്ങൾ അവതരിപ്പിച്ചു എന്നുള്ള ഒരു അതെങ്ങനെ ആ പ്രശ്നങ്ങൾ അവതരിപ്പിക്കുമ്പോൾ സമൂഹത്തിൽ മറ്റുള്ളവർ അതിനെ മുതലെടുക്കരുത് എന്ന് കണ്ട് അവതരിപ്പിക്കാനുള്ള ജാഗ്രത പുലർത്തണ്ടേ? ഒരിക്കലുമല്ല. അത് നമ്മുടെ അല്ലെങ്കിൽ പിന്നെ അവരുമായി ചേർന്ന് അത്തരം ജാഗ്രത നിങ്ങളും അത് പറയൂ ഞങ്ങളും ഇത് പറയാം എന്നുള്ള തരത്തിലേക്കാണൊക്കെ ചിന്തിക്കും. സമസ്ത എന്തായാലും അങ്ങനെ ചിന്തിക്കുമെന്ന് തൽക്കാലം പറയാനാവില്ല. ഒരിക്കലില്ല. സമസ്തയുടെ വിഷയങ്ങളിൽ സംസാരിച്ചപ്പോൾ നമ്മുടെ മുസ്ലിം ഇതിന് കിട്ടാവുന്ന അവകാശത്തെ അത് പറഞ്ഞു എന്നുള്ളൂ. അല്ലാതെ അത് വേറൊരു തലത്തിൽ ചിന്തിക്കാനുള്ളതല്ല. പക്ഷെ അത് ചിന്തിക്കുന്നവർക്ക് ചിന്തിക്കാം. പക്ഷെ അതുകൊണ്ടൊന്നും ഒരു കാര്യമില്ല. സമസ്തക്ക് ഒരു മുസ്ലിം സംഘടനകൾക്ക് ചോദിക്കാവുന്ന കാര്യങ്ങൾ ചോദിച്ചു എന്നുള്ളൂ. അല്ലാതെ വേറെ തലത്തിൽ. ശ്രീ ബിനുകുമാറാണ് ചടയമംഗലത്ത് നിന്നാണ്. ശ്രീ ബിനുകുമാർ, താങ്കൾ എങ്ങനെയാണ് സമസ്തയുടെ ഇപ്പോഴത്തെ ആവശ്യങ്ങളെ കാണുന്നത്? സാറേ, ഈ ഒരു 2 ദിവസത്തിന് മുമ്പ് നമ്മുടെ മലപ്പുറം ഡിവൈഡിങ് ചർച്ചയിൽ സാറിനോട് ഞാൻ ഒരു കാര്യം പറഞ്ഞിരുന്നു. ഇത് ഒരു വിലപേശലാണോ എന്നറിയത്തില്ല എന്നും പറഞ്ഞിട്ട് ഞാൻ സംസാരിച്ചിരുന്നു. ഇപ്പൊ അതിന്റെ തുടർച്ചയായിട്ട് സാറിപ്പം ഈ വിദ്യാഭ്യാസമായ സ്കൂളിന്റെ സമയ ക്രമീകരണവുമായി ബന്ധപ്പെട്ടിപ്പോ സാറിന്റെ ഹെഡിങ് തന്നെ ഇത് വിലപേശലാണോ എന്നുള്ളൊരു ചോദ്യമാണ് അതിലേക്ക് വന്നിരിക്കുന്നത്. ഇതിപ്പോ സാർ പറഞ്ഞ കണക്ക് തന്നെ ഇലക്ഷൻ സമയത്ത് ഇതൊരു വിലപേശൽ തന്നെയാണ്. ഇത് ഏത് മുന്നണി വാഗ്ദാനം ചെയ്യുന്നു അവരിലേക്ക് ഞങ്ങളെ വോട്ട് അവരുടെ ചിഹ്നത്തിലേക്ക് തരും എന്ന് പറയാതെ പറയുന്ന ഒരവസ്ഥയിലേക്കാണ് ഇപ്പം പോകുന്നത്. ഇതിന്റെ ഏറ്റവും വലിയ ഭീകരമായ ഒരു സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ
ഈ രീതിയിൽ ഓരോ മതസംഘടനകളും നമ്മുടെ ഭരണത്തെയും രാഷ്ട്രീയ രംഗത്തെ ആ ഒരു ഇതിലേക്ക് നുഴഞ്ഞു കയറി അവർക്കുള്ള ആഗ്രഹങ്ങൾ സാധിക്കുന്ന രീതിയിലേക്ക് ഈ ചർച്ചകൾ പോയി കഴിയുമ്പോഴത്തേക്ക് മറുഭാഗത്തുള്ള ഏകീകരണം, അതായത് മറുഭാഗത്തുള്ള മതസംഘടനകളുടെ ഏകീകരണം ഫലത്തില് BJPക്ക് അനുകൂലമായി വരികയാണ്. അതാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. ശരിക്കും പറഞ്ഞാൽ സമസ്ത BJPയുടെ ഫാക്ടം ബോസാന്ന് ഞാൻ വേണമെങ്കിൽ പറയും. കേരളത്തിൽ എന്താണ് സമസ്ത BJPയുടെ ഫാക്ടം ബോസാ സാറേ? വളമാണ്, വളം. അങ്ങനെ സംസ്ഥയുടെ മുൻകാല നിലപാടുകളിൽ അങ്ങനെ പറയാൻ കഴിയുന്ന ഒരു സംഘടനയല്ല. സംസ്ഥ പല ഘട്ടത്തിലും നിർണായക ഘട്ടത്തിലൊക്കെ പരിപക്വമായ നിലപാട് സ്വീകരിച്ചിട്ടുള്ള സംഘടനയാണ് അത്തരം മതേതര വിഷയങ്ങളിൽ. പക്ഷേ യാഥാസ്ഥിക വിഷയങ്ങളിൽ അങ്ങനെയല്ല, യാഥാസ്ഥിക നിലപാടുകൾ പലപ്പോഴും ഉള്ള സംഘടനയാണ്. എന്നത് പറഞ്ഞതല്ല, പക്ഷേ വർഗീയ വിഷയങ്ങൾ വരുമ്പോൾ അവർ മതേതര നിലപാട് പലപ്പോഴും സ്വീകരിച്ചിട്ടുണ്ട്. അത് തന്നെ സാറേ ഞാൻ പറഞ്ഞത്. ഈ ഇലക്ഷൻ സമയത്ത് ഇങ്ങനെ കൊണ്ടുവന്നൊരു ഇലക്ഷൻ സമയത്ത് താങ്കൾ പറഞ്ഞത് ചൂണ്ടിക്കാണിക്കാവുന്ന വിഷയം തന്നെയാണ്. തെരഞ്ഞെടുപ്പ് സമയത്ത് അങ്ങനെ കൊണ്ടുവന്നത് സ്വാഭാവികമായും ഗുണം ചെയ്യുക. ഇത്തരം ഒരു വാദം ഒരു ഭാഗത്ത് ഉയരുമ്പോൾ മറുഭാഗത്ത് അത് ചൂണ്ടിക്കാട്ടി അതിനെ വോട്ടാക്കി മാറ്റാനും ശക്തിയാക്കി മാറ്റാനും ഒക്കെ ശ്രമിക്കുക സ്വാഭാവികമായും ഹിന്ദുത്വ വർഗീയ ശക്തികളാവും. അത് സത്യമാണ്. അങ്ങനെ വർഗീയ ശക്തികൾ ശക്തി പ്രാപിക്കുന്നതിന്റെ കാരണം, അതിന്റെ വളം എന്ന് പറയുന്നത് ഈ സമയത്ത് സമസ്ത ഈ ബുദ്ധിമോശം കാണിക്കുന്നതിനെ കുറിച്ചാണ് ഞാൻ പറയുന്നത്. അത് പ്രധാനം തന്നെയാണ്. ആത്യന്തികമായ ഇതിന് ഗുണമുണ്ടാകുന്ന ആർക്ക് എന്ന ചോദ്യത്തിന് ഉള്ള ഉത്തരം താങ്കൾ പറയുന്നതിനോട് അടുത്ത് നിൽക്കുന്നുവെന്ന് വേണമെങ്കിൽ പറയാം. തീർച്ചയായിട്ടും അതൊരു ബുദ്ധിമോശമായിട്ട് എനിക്ക് തോന്നുള്ളൂ സംസ്ഥയുടെ ഈ ആവശ്യം. ഈ ആവശ്യം വേണമെങ്കിൽ ഭരണം വന്നതിന് ശേഷം വേണമെങ്കിൽ ഉന്നയിക്കുക എന്തെങ്കിലും, അല്ലെങ്കിൽ അതിനു മുമ്പ് രഹസ്യമായിട്ടൊരു അഡ്ജസ്റ്റ്മെന്റ് എന്തെങ്കിലുമൊക്കെ ആകാമായിരുന്നു. ശരി, പുതിയ കാലത്ത് അങ്ങനെ ഓരോ വിഷയങ്ങൾ ഉന്നയിക്കുമ്പോൾ വിഷയത്തിൻ്റെ മെറിറ്റിനപ്പുറം അതിൻ്റെ ഏതെല്ലാം ഡയമെൻഷനിലേക്ക് പോകും എന്നതൊക്കെ ചിന്തിച്ച് പ്രവർത്തിക്കാൻ ഉത്തരവാദിത്തപ്പെട്ടവർ കൂടിയാണ് ഈ സംസ്ഥയ്ക്കൊക്കെ നേതൃത്വം നൽകുന്ന ആളുകൾ. മറ്റൊരു പ്രശ്നം കൂടിയുണ്ട്. ശ്രീ സുകുമാരനാണ് കണ്ണൂരിൽ നിന്ന്. ശ്രീ സുകുമാരൻ, താങ്കൾ എങ്ങനെയാണ് ഈ സംസ്ഥയുടെ ഇപ്പോഴത്തെ ഈ തെരഞ്ഞെടുപ്പിന് തൊട്ടു മുമ്പുള്ള ആവശ്യത്തെ, ഈ വിഷയം ചർച്ചയാക്കാനുള്ള നീക്കത്തെ കാണുന്നത്? ഈ തെരഞ്ഞെടുത്ത സമയം ദേശം മോശമായി പോയി സാറേ. എന്തുകൊണ്ട് പറഞ്ഞാൽ ഈ തെരഞ്ഞെടുപ്പ് കണ്ടുകൊണ്ട് ഈ സമയം അവരെ ദേശം മോശമാണ്. അത് ചെയ്താൽ നല്ല പരിപാടി അയക്കാം. കുറച്ച് ദേശം ഒരു സമാധാനത്തിലോ അല്ലെങ്കിൽ കുറച്ച് ഇത് ഇലക്ഷൻ കഴിച്ചാണെങ്കിൽ എനിക്ക് പറയുന്നൊരു കാര്യമുണ്ട്. ശരി, ശ്രീ രാജൻ ആണ് പയ്യോളിൽ നിന്നാണ് വിളിക്കുന്നത്. ശ്രീ രാജൻ, താങ്കൾ എങ്ങനെയാണ് കാണുന്നത് ഈ തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുള്ള ഒരു സമ്മർദ്ദതന്ത്രം സംസ്ഥയുടേത്? അത് ഒരു പാളിയ നീക്കമായി മാറാൻ സാധ്യതയുണ്ടോ? ഇവിടെ സംഘടന ശക്തി കൊണ്ട് നേടിയെടുക്കാൻ പറ്റുന്നത് നേടിയെടുക്കണം എന്നുള്ളതാണ് അവരുടെ ചിന്ത. ഇവിടുത്തെ ഗവൺമെന്റ് ജീവനക്കാർ ഇപ്പം 5 ദിവസത്തേക്ക് ചോദിക്കുന്നു. ഇതെല്ലാം ഗവൺമെന്റിന്റെ ഇതിലല്ലേ വരുന്നത്. സംഘടന ശക്തി കൊണ്ട് ഇവർ നേടിയെടുക്കണം എന്ന് വിചാരിക്കുന്ന ഗവൺമെന്റിന്റെ ബലഹീനതയല്ലേ. ഒരു ഗവൺമെന്റ് മറ്റൊരു ഇതിനെ അടിമപ്പെടുന്നതിന് തുല്യമല്ല ഇതല്ലോ. ഒരു ഗവൺമെന്റിന്റെ വാശിക്ക് നിൽക്കണ്ട എന്നല്ല പറയുന്നത്. ഇത് ഗവൺമെന്റിനെ വിലവേശി നിർത്തുന്ന ഒരു സാഹചര്യത്തിലാണ് ഇപ്പോൾ ഉള്ളത്. അത് പിന്നെ ഗവൺമെന്റ് ഉദ്യോഗസ്ഥന്മാർ ഒരു ഭാഗത്ത്, സമസ്ത ഒരു ഭാഗത്ത്, മറ്റേ എല്ലാവരും കൂടി ഇങ്ങനെ ഗവൺമെന്റിനെ വളഞ്ഞിട്ടിട്ട് ഞങ്ങൾക്ക് എന്ന് പറയുന്നത് ഇവിടുത്തെ പാവപ്പെട്ട ജനങ്ങൾക്ക് എന്താണ് ഇവിടെ തൊഴിലാളികളെ വഞ്ചിക്കുകയാണ്. തൊഴിലാളികൾക്ക് എന്തെങ്കിലും ഇവിടെ ചെയ്തു കൊടുക്കുന്നുണ്ടോ ഗവൺമെന്റ്? ഏത് ഗവൺമെന്റ് ആയാലും, കേന്ദ്ര ഗവൺമെന്റ് ആയാലും അതിലപ്പുറം കേരള ഗവൺമെന്റും ഉണ്ട് ഇങ്ങനത്തെ. ഈ കളി കളിച്ചാൽ എങ്ങനെ നടക്കുമോ? ഇപ്പൊ പിന്നെ ഭരണമാറ്റത്തിനെ പറ്റിയിട്ട് നമുക്ക് പറയുന്നു അതിൽ സച്ചിദാനന്ദൻ, സാറാ ജോസഫ് പറയുന്നു. ഇതെല്ലാം എന്ന് പറഞ്ഞാൽ ബലഹീനത, ഗവൺമെന്റിന്റെ ബലഹീനത കയ്യിലെടുത്തിട്ട് കളിക്കുന്നതല്ലേ. ഇവിടെ പാവപ്പെട്ട തൊഴിലാളികൾക്ക് പെൻഷൻ. അഭിപ്രായം വളരെ വ്യക്തമാണ്, ശക്തമാണ്. നമുക്ക് ഒരു ചെറിയ ഇടവേളയിൽ കൂടി പോയിട്ടുണ്ട്. വളരെ വേഗത്തിൽ മടങ്ങി വരാം. ഇടുക്കി കൊന്നത്തടി കൊമ്പൊടിഞ്ഞാലിൽ ഒരു കുടുംബത്തിലെ 4 പേർ വീടിനുള്ളിൽ തീപിടിച്ച് മരിച്ചിട്ട് 9 മാസം പിന്നിട്ടു. എങ്ങുമെത്താതെ പോലീസ് അന്വേഷണം. ഒരു 2 ലിറ്റർ വരുന്ന ഒരു പ്ലാസ്റ്റിക് കുപ്പി, പെട്രോളിന്റെ പോലെയുള്ള ഒരു സ്മെല്ല് അതിൽ നിന്ന് വന്നിട്ടുണ്ടായിരുന്നു. ആ കുപ്പി പിന്നെ അവിടുന്ന് അപ്രത്യക്ഷമായി. പെട്രോൾ മണമുള്ള കുപ്പി കണ്ടു എന്ന് നാട്ടുകാർ പറഞ്ഞിട്ടും ആ വഴി അന്വേഷണം നടക്കാത്തത് എന്തുകൊണ്ട്? 20th അവർ നിഗൂഢതകളുടെ 20-ാം മണിക്കൂർ, രാത്രി 8 മണിക്ക്. ആധുനിക ലോകത്തിന്റെ ചലനങ്ങളെ നിയന്ത്രിക്കുന്നതിൽ ഇന്നും ഏറ്റവുമധികം ചർച്ച ചെയ്യപ്പെടുന്ന പോഷകാഹാരം, മികച്ച
ശ്രീ വിജയനാണ് കൊല്ലത്തുനിന്നും. ശ്രീ വിജയൻ, തെരഞ്ഞെടുപ്പിന് തൊട്ട് മുമ്പ് സമസ്തയുടെ സമ്മേളനത്തിൽ പെരുന്നാളുകൾക്ക് 3 ദിവസം വീതം അവധി വേണം, മലപ്പുറം ജില്ല വിഭജിക്കണം, വെള്ളിയാഴ്ച ജുമാ നമസ്കാരത്തിനനുസരിച്ച് പരീക്ഷകൾ മാറ്റണം, സ്കൂൾ സമയക്രമം മാറ്റുന്നത് മദ്രസകൾക്ക് ബുദ്ധിമുട്ടായതുകൊണ്ട് അത് മാറ്റരുത്, അങ്ങനെ തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് നിൽക്കുന്നത് യഥാർത്ഥത്തിൽ ഇരു മുന്നണികൾക്ക് മുന്നിലുള്ള ഒരു വിലപേശൽ തന്ത്രമാണ്. നമസ്തേ സാറേ. നമസ്തേ. ഇതിനകത്ത് എനിക്കറിയാവുന്ന കാര്യം ഞാൻ പറയാം സാറേ. അത് ആ 3 ദിവസത്തെ അവധിയുടെ കാര്യം ഒരു ന്യായമായ കാര്യമാണെന്ന് തോന്നുന്നില്ല. പിന്നെ മലപ്പുറം ജില്ലയുടെ കാര്യം ഞാൻ നിങ്ങൾ തന്നെ നടത്തിയ പരിപാടിയിൽ ഞാൻ കണ്ടപ്പോൾ ഭൂരിഭാഗം ആളുകൾ അത് വിഭജിച്ച് കൊടുക്കുന്നെങ്കിൽ വിഭജിച്ച് കൊടുത്തോട്ടെ എന്ന് പറഞ്ഞാൽ അത് നല്ല കാര്യമാണ്. അവരെ മേടിക്കുന്നതിലൊന്നും തെറ്റില്ല. അത് അവരവരുടെ സംഘടന ഉപയോഗിച്ച് അവർ ചോദിക്കുകയോ മേടിക്കുകയോ ഒക്കെ ചെയ്യുന്നതിന് തെറ്റില്ല. പക്ഷെ മറ്റുള്ളവർ ചോദിക്കുന്നതിനെ അയാൾ സംഖ്യ, അയാൾ അങ്ങനെ പറയാൻ കൊള്ളാവോ, ഇയാൾ ഇങ്ങനെ പറയാൻ കൊള്ളാവോ, ഞങ്ങളുടെ അഭിപ്രായങ്ങൾ ഞങ്ങൾ കൃത്യമായിട്ട് പറയും. കൃത്യമായിട്ട് പറയുന്നുണ്ടെ അതിനകത്ത് മറ്റ് ഇതൊന്നും കാണിച്ചിട്ട് കാര്യമില്ല. ഞങ്ങളുടെ അഭിപ്രായം ചോദിച്ചു മേടിക്കുകയോ അല്ലെങ്കിൽ ഞങ്ങളുടെ അഭിപ്രായങ്ങൾ പറയുകയോ ചെയ്യുന്നുണ്ടെ അവർ സംഖ്യയാണ്, കൊല്ലത്തുനിന്ന് വിളിക്കുന്നത് സംഖ്യ. പിന്നെ അത് ആ പറഞ്ഞതൊന്നും ന്യായമല്ല പറയുന്നത്. പിന്നെ ഒരു കാര്യം എനിക്ക് പ്രത്യേകിച്ച് പറയാനുള്ളത്, ഹിന്ദുക്കൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എപ്പോഴും ഹിന്ദുവിനെ ചീത്ത വിളിക്കുകയും ഹിന്ദുവിനെ നോവിച്ച് സംസാരിക്കുകയും ചെയ്യുകയാണെങ്കിൽ അവര് പുരോഗമനവാദിയാണ്, അവര് കമ്മ്യൂണിസ്റ്റാണ്, അവര് സോഷ്യലിസ്റ്റാണ്. അങ്ങനെയൊക്കെ ഒരുപാട് കാര്യങ്ങൾ നമ്മളിത് കണ്ടുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളാണ്. അപ്പൊ ഞാൻ ഈ പറഞ്ഞത് സത്യസന്ധമായ കാര്യമാണെന്ന് കേൾക്കുന്ന എല്ലാവർക്കും തോന്നുന്നു. ഹിന്ദുവിന്റെ കാര്യം ആവശ്യങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ ഉടനെ പറയും അത് ഇങ്ങനെ അവർ. ശരി വിജയൻ, താങ്കൾ പറഞ്ഞു കഴിഞ്ഞു എന്ന് പ്രതീക്ഷിക്കുന്നു. എന്തായാലും രാജ്യത്ത് ഏറ്റവും വലിയ വർഗീയവാദം ഉയർത്തുന്നത് ഏത് മതത്തിൻ്റെ പേരിലാണ് എന്നുള്ളതും ഭീഷണിയായി നിൽക്കുന്നതെന്നതും ഞാൻ പ്രത്യേകിച്ച് ആരോടും പറയേണ്ട കാര്യമില്ല. ഏത് മതത്തിൻ്റേതായാലും, അത് ഭൂരിപക്ഷ മതമായാലും ന്യൂനപക്ഷ മതമായാലും, ഒരു മതത്തിൻ്റെയും മറ്റൊരു മതത്തെ അധിക്ഷേപിച്ചുകൊണ്ടുള്ള അല്ലെങ്കിൽ തീവ്രവാദി സ്വഭാവത്തിലേക്കുള്ള പ്രവണതകൾ അതിനെ അംഗീകരിക്കാൻ കഴിയില്ല. അത് ആര് പറഞ്ഞാലും അതിനെ നമ്മൾ ആ ശക്തമായ രീതിയിൽ തന്നെ, ഇന്ത്യ ഒരു മതേതര രാജ്യമാണ്, എല്ലാ മതക്കാർക്കും തുല്യമായ അവകാശത്തോടുകൂടി നിൽക്കാൻ കഴിയുന്ന രാജ്യമാണ്. അതുകൊണ്ട് അവിടെ അത് അംഗീകരിച്ചതാണ് നമ്മുടെ ഭരണഘടന, അതാണ് വിഭാവനം ചെയ്യുന്നത്. അത് അംഗീകരിച്ച് ജീവിക്കാൻ നമ്മൾ ബാധ്യസ്ഥരാണ്. അല്ലാതെ ആർക്കെങ്കിലും അധികമായ എന്തെങ്കിലും അവകാശം ഈ നാട്ടിലില്ല. ശ്രീ ബിനോയ് കൊല്ലത്ത് നിന്ന്. ശ്രീ ബിനോയ്, താങ്കൾ എങ്ങനെയാണ് കാണുന്നത് ഈ സമസ്ത യഥാർത്ഥത്തിൽ ഒരു വിലപേശൽ തന്ത്രം? മുമ്പൊക്കെ താങ്കളുടെ ഒരു കോൺഗ്രസ്സുകാരൻ കൂടിയായതുകൊണ്ട് ലീഗുമായി ചേർന്ന് ലീഗിൻ്റെ അഭിപ്രായത്തിൽ ഒപ്പം നിന്നിരുന്ന സമസ്ത ഇപ്പോൾ അങ്ങനെയല്ല, വ്യത്യസ്ത അഭിപ്രായങ്ങൾ സമസ്തയിൽ ഉണ്ട്. സമസ്തയുടെ നേതാക്കൾക്കൊക്കെ ഇടതുപക്ഷവുമായും വലിയ ചർച്ചയുണ്ട്. രണ്ട് മുന്നണികളുടെ മുന്നിൽ ഒരു വിലപേശൽ തന്ത്രം എന്ന നിലയ്ക്കാണോ ഇപ്പോൾ ഇത് വെച്ചത്? അല്ല, അതങ്ങനെ തോന്നുന്നില്ല. അവർ സ്വതന്ത്രമായിട്ട് നമസ്കാരം പറഞ്ഞോ. അവരെ അങ്ങനെ തോന്നുന്നില്ല. സ്വതന്ത്രമായിട്ടൊരു നിലപാടെടുക്കുന്നവരാണ്. അവരുടെ വാർഷികം വന്നപ്പോൾ അവരൊരു പ്രമേയം പാസ്സാക്കി. നമ്മൾ ആ പ്രമേയം അത്രയായിട്ട് കണ്ടാൽ മതി. കാരണം അത് സംസ്ഥാന ഗവൺമെന്റോ മറ്റോ ഇരു രാഷ്ട്രീയ പാർട്ടികളും അത്ര വലിയ സീരിയസ് ആയിട്ട് എടുക്കുന്നില്ല. അവരൊരു പ്രമേയം പാസ്സാക്കി. ആ പ്രമേയം നിങ്ങളെപ്പോലെയുള്ള മാധ്യമങ്ങൾ പുറത്തുവിടുന്നു. പ്രമേയം പാസ്സാക്കുന്നതെല്ലാം ഈ നാട്ടിൽ നടപ്പാക്കിയാൽ പിന്നെ ഈ 365 ദിവസം എന്നുള്ളത് മാറ്റി 750 ദിവസം ആക്കേണ്ടി വരും. അതുകൊണ്ട് അവരുടെ പ്രമേയം ആ ഒരു സീരിയസ്നെസ് ആയിട്ട് കണ്ടാൽ മാത്രം മതി. അത് രണ്ട് പാർട്ടി, കോൺഗ്രസിനും CPM-നും, ഒരു രാഷ്ട്രീയ പാർട്ടിക്ക് അവരുടെ അനുകൂലം ഒന്നുമല്ല. കൃത്യമായിട്ട് ആർക്കും വോട്ട് ചെയ്യാനും ഒന്നും പറയാറില്ല. അവരുടെ സംസ്ഥാന സമ്മേളനം നടന്നപ്പോൾ ഒരു പ്രമേയം 3 ദിവസം അവധി വേണമെന്നും, പിന്നെ അവർ പറഞ്ഞതിലൊരു കാര്യമുണ്ട്, വെള്ളിയാഴ്ച ദിവസങ്ങളിലെ എക്സാമിന്റെ സമയം ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റണമെന്നുള്ളൊരു അഭിപ്രായക്കാരനാണ് ഞാൻ. അല്ലാതെ അത് ചിലപ്പോൾ ഞാൻ പള്ളിയിൽ പോകുന്ന ഒരാളാണ്. ചിലപ്പോൾ ഈ പള്ളിയിൽ പോകുന്ന സമയം എക്സാം ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ വേറെന്തെങ്കിലും കാര്യം ഉണ്ടെങ്കിൽ അത് മാറ്റി വെച്ചിട്ട് ഞാൻ പള്ളിയിൽ പോകുന്നു. അല്ല ശ്രീ ബിനോയ്, നമ്മൾ ആവശ്യത്തിൻ്റെ ന്യായാന്യായങ്ങളിലേക്കൊന്നും അല്ല പോകുന്നത്. ന്യായമായ ആവശ്യങ്ങളും അല്ലാത്ത ആവശ്യങ്ങളും ഒക്കെ ഉണ്ട്. അതൊക്കെ അവിടെ നിൽക്കട്ടെ, അതിലേക്കല്ല പോയത്. നമ്മളത് ഇപ്പോൾ ഈ സമയത്ത് ഉന്നയിച്ചതിലെ രാഷ്ട്രീയം അത് ആർക്ക് ഗുണപരമാവും എന്നുള്ള ഇതിലേക്കാണ് നമ്മൾ ചർച്ച ചെയ്തത്. എന്തായാലും ശ്രീ കൃഷ്ണൻകുട്ടിയാണ് മണിമലയിൽ നിന്നും. ശ്രീ കൃഷ്ണൻകുട്ടി, യഥാർത്ഥത്തിൽ സമസ്ത ഇപ്പോൾ ഉന്നയിച്ച ആവശ്യങ്ങൾ, ഇത് ആത്യന്തികമായി ഇത് കേട്ട് ഉള്ളിൽ ചിരിക്കുന്ന ആളുകൾ അത് ഭൂരിപക്ഷ വർഗീയതയെ മുന്നോട്ട് വെക്കുന്ന ആശയക്കാർ ആവില്ലേ? നമസ്കാരം. ഇന്നലെ നമ്മൾ മലപ്പുറം ജില്ലയാണ് ചർച്ച ചെയ്തത്. ഇന്ന് അതിന്റെ ബാക്കിയായിട്ടാണ് ഈ കാര്യം പറയുന്നത്. ഈ ഹോളിയുടെ അവധി ദിവസങ്ങൾ കൂട്ടുക എന്ന് പറഞ്ഞാൽ
അത് നമ്മുടെ ദേശീയ പ്രൊഡക്ടിവിറ്റിയെ സാരമായി ബാധിക്കുന്ന കാര്യമാണ്. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അവധി കൊടുക്കുക എന്നുള്ളത് അന്ന് പ്രൊഡക്ഷൻ ഇല്ല, അന്ന് ഫാക്ടറിയിൽ ജോലിയില്ല, അങ്ങനെ എല്ലാം പ്രൊഡക്ടിവിറ്റിയെ നന്നായിട്ട് ബാധിക്കും. ഒരു ദിവസം പണി എടുക്കാതിരുന്നാൽ അത്രയും നഷ്ടമാണ്. ഇപ്പോഴും ചോദിച്ചേക്കുന്നത് ഇപ്പോഴത്തെ കാലാവസ്ഥ എന്താണ്? തെരഞ്ഞെടുപ്പ് വരുന്ന ഒരു കാലാവസ്ഥയാണ്. അപ്പൊ ഇപ്പൊ ചോദിച്ചാൽ ഒരു വർഷം അനുകൂലമായിട്ട് കിട്ടിയേക്കാം, അല്ലെങ്കിൽ അത് വെച്ചൊന്ന് ബാർഗെയിൻ ചെയ്യാം, വില പേശാം, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ അതിനകത്തുണ്ട്. ഇല്ലെന്ന് ഒന്നും പറയാൻ പറ്റില്ല. പക്ഷെ ഇത് പറയില്ലേ, കിട്ടിയാലൊരു പോയാലൊരു തേങ്ങ കിട്ടിയാലൊരു തെങ്ങെന്ന് പറയുന്ന പോലെയാണ്. നഷ്ടമൊന്നുമില്ല ചോദിക്കാൻ വേണ്ടിയിട്ട്. അതുകൊണ്ട് ചെയ്യാവുന്ന കാര്യം, ഇതിങ്ങനെ ആവശ്യം ശക്തമായിട്ട് വരികയാണെന്നുണ്ടെങ്കിൽ ചെയ്യേണ്ട ഒരു കാര്യം, നാഷണൽ ഹോളിഡേസ് ഉണ്ടല്ലോ, അതായത് ഓഗസ്റ്റ് 15, റിപ്പബ്ലിക് ഡേ, ഗാന്ധി ജയന്തി, ഇതുപോലുള്ള ദിവസങ്ങളൊക്കെ നമുക്ക് നാഷണൽ ഹോളിഡേസ് ആണ്. ആ ദിവസങ്ങൾ വെച്ച് ബാക്കി മതപരമായി വരുന്ന ഹോളിഡേസ് ആവശ്യപ്പെടുന്നവർക്കൊക്കെ അവർക്ക് ഓപ്ഷണലായിട്ട് കൊടുക്കാം. ഈ ഈദ് ഉൽ ഫിത്തറിനോ റംസാനോ അവധി എടുക്കുന്നവര് ഓണത്തിന് ജോലി ചെയ്യട്ടെ, അതുപോലെ ക്രിസ്മസിന് ജോലി ചെയ്യുന്നവര് പിന്നെ ഓണത്തിന് അവധി എടുക്കട്ടെ, അങ്ങനെ ഓപ്ഷണലായിട്ട് കൊടുക്കാം. ആകെ ഒരു വർഷം ഇത്ര ഹോളിഡേസ്, അത് ഓരോർക്ക് തീരുമാനിക്കാം, നാഷണൽ ഹോളിഡേ ഒഴിച്ച്. അങ്ങനെ രീതിയിലുള്ള തീരുമാനം വന്നു കഴിഞ്ഞാൽ ഓരോ മതക്കാർക്കും അവരുടെ രീതിയിൽ അവധി എടുക്കുകയും ചെയ്യാം. ആ മറ്റുള്ള മതങ്ങളുടെ ഉത്സവ ദിവസങ്ങളിൽ ഒരു പണി ചെയ്യുകയും ചെയ്യട്ടെ. താങ്കൾ ചൂണ്ടിക്കാണിച്ചത് ചില രാജ്യങ്ങളിലെങ്കിലും ഉള്ള സംവിധാനമാണ്. കമ്പനികളിലൊക്കെ ആകെ ഇത്ര അവധിയുണ്ട്, ആ അവധി നിങ്ങൾക്ക് ഇഷ്ടമുള്ള ദിവസം, നിങ്ങളുടെ മതപരമായ ദിവസമോ അല്ലെങ്കിൽ നിങ്ങളുടെ കുട്ടികളുടെ ജന്മദിവസം എടുക്കണമെന്നോ അല്ലെങ്കിൽ എന്ത് വേണമെന്ന് നിങ്ങൾക്ക് എടുക്കാം. ക്യാഷ് ലീവ് അല്ലാതെ അങ്ങനെ അവധി കൊടുക്കുന്ന സംവിധാനമുണ്ട്. ഓപ്ഷനിലാക്കാം. കുറച്ച് ദിവസങ്ങളിൽ എല്ലാവർക്കും കോമൺ ആയിട്ടും ബാക്കി ചില ദിവസങ്ങളിൽ ഇതുപോലെ ഓപ്ഷണലായിട്ടും വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ ബാർഗെയിൻ്റെ ആവശ്യം വരില്ല. ഒരു വർഷം ആകെ ഇത്ര ഹോളിഡേസേ ഉണ്ടാവുള്ളൂ എന്ന് പറയണം. അത്രേ ഉള്ളൂ കാര്യം. പക്ഷെ നമ്മുടെ നാട്ടിൽ അങ്ങനെയൊക്കെ ശ്രീ കൃഷ്ണൻകുട്ടി നടക്കുമോ? ഈ കൊടുത്ത ഏതെങ്കിലും മതത്തിന്റെ ഏതെങ്കിലും അവധി ഇല്ലാതാക്കി കഴിഞ്ഞാൽ പിന്നീട് അതിന്റെ പേരിൽ ഉണ്ടാകുന്ന പൊല്ലാപ്പൊക്കെ ഏറ്റുവാങ്ങാൻ അത്ര കരുത്തുറ്റ ഒരു ഭരണ സംവിധാനമൊക്കെ അല്ലെങ്കിൽ ഇവിടെ വരണം. ആരുടെ ഇല്ലാതാക്കുന്നില്ല. പള്ളിയിൽ പോകുന്നവർക്ക് പള്ളിയിൽ പോകുന്ന ദിവസം, അമ്പലത്തിൽ പോകുന്ന ഹോളിഡേ ദിവസം ഒരു വർക്ക് ചെയ്യട്ടെ, അങ്ങനെ ചെയ്താൽ മതി. വളരെ വളരെ നല്ല കാര്യമായിരിക്കും അത്. അതിന് ചെയ്യാനുള്ള ഒരു ശേഷിയും ക്ഷേമുഷിയൊക്കെ സർക്കാരിനുണ്ടാവണം. അത്രേ ഉള്ളൂ. അത് തന്നെയാണ് ഏറ്റവും പ്രധാനം. ശ്രീ കൃഷ്ണൻകുട്ടിയുടെ അഭിപ്രായമൊക്കെ നല്ല അഭിപ്രായമാണ്. ഏത് പുരോഗമന രാജ്യത്തിനും സ്വീകരിക്കാൻ കഴിയുന്ന അഭിപ്രായമാണ്. ഓരോരുത്തർക്കും ഓരോർക്ക് ഇഷ്ടമുള്ള, അവർ പ്രാധാന്യം കൽപ്പിക്കുന്ന ആഘോഷ ദിവസം അവർ അവധി എടുത്തോട്ടെ, അങ്ങനെ തീരുമാനിച്ചാൽ പ്രശ്നം തീരാവുന്നില്ല. പക്ഷെ അതിനുള്ള ഒരു ശക്തി ഈ ഭരിക്കുന്ന സർക്കാരുകൾക്ക് വേണം. അതായത് കേന്ദ്ര പൊതുമേഖലാ സ്ഥാപനങ്ങളിലൊക്കെ എങ്ങനെയുണ്ട്, ആകെ ഒരു വർഷത്തെ ഹോളിഡേ ഇത്രയാണ്, അതില് ചില ബാക്കി ഓപ്ഷനില്ല. ശരി, ഓക്കെ. താങ്കളുടെ അഭിപ്രായം എന്തായാലും പ്രധാനപ്പെട്ടാണ്. ശ്രീ പ്രകാശനാണ് ചേർത്തലയിരുന്നത്. ശ്രീ പ്രകാശൻ, താങ്കൾ എങ്ങനെയാണ് ഈ വിഷയത്തെ കാണുന്നത്? ഈ വിഷയം ഇപ്പോൾ ഇലക്ഷൻ സമയത്ത് ഉന്നയിച്ചിരിക്കുന്നത് ഭൂരിപക്ഷത്തിന് നല്ല ഗുണകരമായിട്ടേ വരുള്ളൂ. കാര്യം ഈ ന്യൂനപക്ഷ ഈ പ്രീണനം നമ്മുടെ കാലത്തോ ഭരണഘടന ഉണ്ടായപ്പോൾ തൊട്ട് തന്നെ വളരെ മോശം അവസ്ഥ വന്നിട്ടിരിക്കുകയാണ്. കാര്യം ന്യൂനപക്ഷങ്ങളെ പ്രീണിപ്പിച്ച് ഇവര് അടുത്ത ആവശ്യം എന്തായിരിക്കും? ഓണത്തിന്റെ അവധി കുറക്കണമെന്നും ക്രിസ്മസിന്റെ അവധി കുറക്കണമെന്നും ആയിരിക്കും അടുത്ത ആവശ്യം. അത് നമ്മൾ ലോകത്തിൽ എവിടെയെങ്കിലും 51% മുസ്ലിങ്ങളുള്ളിടത്ത് മതേതരത്വം ഉണ്ടാ? ശ്രീ പ്രകാശന് താങ്കൾ ഒരു കാര്യം മനസ്സിലാക്കണം. ശ്രീ പ്രകാശൻ, താങ്കൾ അടിസ്ഥാനപരമായ ഒരു കാര്യം മനസ്സിലാക്കണം. മുസ്ലിമിനോ ഹിന്ദുവിനായാലും ക്രിസ്ത്യാനിക്കായാലും തുല്യമായ അവകാശമല്ലാതെ ഏതെങ്കിലും ഒരു അധിക അവകാശം ആർക്കെങ്കിലും ഉണ്ടെന്നോ, ആരെങ്കിലും ന്യൂനപക്ഷമായിപ്പോയിട്ട് അവരുടെ ജീവിക്കും സ്വസ്ഥമായി ജീവിക്കുന്നത് ഞങ്ങളുടെ ഔദാര്യമാണെന്നോ ആരെങ്കിലും കരുതിയാൽ അത് ശുദ്ധ പോഷ്കാണ് എന്നേ പറയാനുള്ളൂ. പോഷ്കൊന്നുമല്ല, അത് ശുദ്ധ പോഷ്കാണ്. പ്രകാശനുള്ള അതേ അവകാശം തന്നെ ഉള്ളു. പ്രകാശന്റെ തൊട്ടടുത്തുള്ള ഏത് മുസ്ലിമിനുള്ള അവകാശവും താങ്കൾക്കും എല്ലാം ഒരേ അവകാശമാണ്. അവകാശം തന്നെയാണ്. പിന്നെ എന്തിനാണ് ഇപ്പൊ ഇവർക്ക് ഇത് ജീവിക്കാൻ പറ്റുന്നില്ലേ? ഇപ്പൊ ഇവർക്ക് ജീവിക്കാൻ പറ്റുന്നില്ല. അവർക്ക് ജീവിക്കാൻ പറ്റുന്നത് ആരുടെയെങ്കിലും പ്രകാശന്റെ ഏതൊരു ഔദാര്യം കൊണ്ടല്ല, അവരുടെ മണ്ണാണിത്. എല്ലാവർക്കും ഇവിടെ ജീവിക്കണം. ഇത് എല്ലാവരുടെയും മണ്ണാണ്. പ്രകാശന്റെ മാത്രം മണ്ണല്ല, നിങ്ങളുടെ മാത്രം മണ്ണല്ല, എല്ലാ മനുഷ്യരുടെയും കൂടിയുള്ള മണ്ണാണിത്. വിഭജിക്കേണ്ടത് ഭരണപരമായ കാര്യമാണ്. മലപ്പുറം ജില്ല വിഭജിക്കേണ്ടത് ഒരു മതസംഘടനയല്ല മലപ്പുറം ജില്ല വിഭജിക്കേണ്ടത്. ശരി, ഓക്കെ. മതസംഘടനകൾ ബാക്കി ഹിന്ദു മതസംഘടനകൾ പറയുന്നതെല്ലാം ബാക്കി കാര്യങ്ങളൊക്കെ ആണല്ലോ. അവരെല്ലാം പറയുന്നതെല്ലാം അവരുടെയൊക്കെ കാര്യങ്ങൾ പറയുന്നതെല്ലാം പൊതുസമൂഹത്തിന്റെ കാര്യങ്ങൾ മാത്രമല്ലല്ലോ പറയുന്നത്. അവരെല്ലാം ഇത്ര കാര്യങ്ങളൊക്കെ പലതും പറയുന്നുണ്ടല്ലോ. അപ്പൊ എല്ലാവരും പറയുമ്പോൾ എല്ലാവരെയും പറയണം, അല്ലാതെ ഒരുത്തർ മാത്രമാണ് ഈ കുഴപ്പക്കാർ എന്ന് പറയുന്നതിന് പ്രത്യേകിച്ച് ഒരു കാര്യമില്ല. ഇടുക്കി വിഭജിക്കണമെന്ന് വേറെ സംഘടന പറയുന്നു, തിരുവനന്തപുരം വിഭജിക്കണം വേറെ സംഘടന പറയുന്നു. അങ്ങനെ പറഞ്ഞാലും വിഭജിക്കാനല്ലേ നേരം ഉണ്ടാവുള്ളൂ.
ശരി പ്രകാശ്, എന്തായാലും ഞങ്ങളുടെ സമയം അവസാനിക്കുകയാണ്. എന്തായാലും സമസ്തയുടെ ആവശ്യങ്ങളിൽ അനുകൂലമായും പ്രതികൂലമായും അതല്ല സമസ്ത ഉന്നയിച്ച സമയത്തിൻ്റെ പ്രശ്നം, ആവശ്യങ്ങൾ ന്യായമായ ആവശ്യങ്ങൾ അതിലുണ്ട് എങ്കിൽ പോലും ആ ആവശ്യങ്ങൾ ഇപ്പോൾ ഉന്നയിക്കുമ്പോൾ അതിൻ്റെ പ്രയോജനം ആത്യന്തികമായി ലഭിക്കുന്നത് ഭൂരിപക്ഷ വർഗീയത ഉയർത്തുന്ന ആശയക്കാർക്കായിരിക്കും എന്നതും അതിൻ്റെ അപകടം ചൂണ്ടിക്കാട്ടിയവരുണ്ട്. അങ്ങനെയൊന്നും അല്ല. ഇത് ഇപ്പോൾ കാലാകാലങ്ങളായി മുസ്ലിം മതവിഭാഗത്തിനിടയിൽ ഉള്ള ആവശ്യങ്ങൾ സമസ്ത ഉന്നയിച്ചെന്ന് മാത്രമേ ഉള്ളൂ. അതിനപ്പുറമൊന്നും അവർ ചിന്തിച്ചിട്ടില്ല, അല്ലെങ്കിൽ അങ്ങനെയൊന്നും അവർ കണ്ടിട്ടില്ല എന്നൊക്കെ നിഷ്കളങ്കമായി വാദിച്ച ആളുകളും ഒക്കെയുണ്ട്. അതല്ല, ഇതിനിടയിൽ ചിലർ വർഗീയമായ പരാമർശങ്ങളൊക്കെ നടത്തിയവരുണ്ട്. അത്തരം ആളുകൾ കൂടി ചേരുന്നതാണ് നമ്മുടെ സമൂഹം. പക്ഷേ നമ്മൾ ആവർത്തിച്ച് വ്യക്തമാക്കുകയാണ്, ഇന്ത്യ ഒരു മതേതര സോഷ്യലിസ്റ്റ് ജനാധിപത്യ രാജ്യമാണ്. ആ രാജ്യത്ത് എല്ലാ മതത്തിൽപ്പെടുന്നവർക്കും തുല്യമായ അവകാശമാണുള്ളത്. ഏതെങ്കിലും ഒരു മതത്തിന് അധികമായി ഏതെങ്കിലും തരത്തിൽ അങ്ങനെ ഒരു അവകാശമില്ല, അല്ലെങ്കിൽ മറ്റവരുടെ മണ്ണല്ല ഇത് എന്നൊക്കെ ആരെങ്കിലും കരുതുന്നുണ്ടെങ്കിൽ അവർ ശുദ്ധമായ പോഷ്കാണ് അവരുടെ ചിന്താഗതി എന്നതുകൂടി ഒരിക്കൽ കൂടി അറിയിക്കുകയാണ്. നാളെയും ഇതേ സമയം ന്യൂസ് 18 പൊതുവേദി മറ്റൊരു വിഷയവുമായി.